കുട്ടികൾ അറിയുന്ന ഒരു വിഷയം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ദിവസം പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകിൽ പോയിട്ട് എവിടെയൊക്കെ ഏതൊക്കെ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നു എന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പേപ്പറിലൂടെ വായിക്കുന്നു. അതുപോലെ തന്നെ പല ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ പറയാൻ എനിക്ക് സാധിക്കാൻ പറ്റാത്ത ചില ഭാഗങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നിത്യവും അറിയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ നടന്ന ക്രൂരമായ കൊലപാതകം, അതും ഒരു അന്ധവിശ്വാസത്തിന്റെ ബാക്കിപത്രമായിട്ട് നിലനിൽക്കുന്നു. ഇത് കുട്ടികൾ അറിയുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. അപ്പോ സയൻസ്, ശാസ്ത്രം എത്രത്തോളം മുന്നിലേക്ക് പോകുന്നു, അതിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ, അതുപോലെ അതിനകത്ത് നമ്മൾ അറിയാതിരിക്കുന്ന വസ്തുതകൾ, നമുക്ക് അറിയാനുള്ള സാധ്യതകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ കടന്നു കയറി അതൊക്കെ മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ജനസംസ്കൃതി എന്നും ഈ സയൻസിന്റെ കൂടെ, സയൻസ് ആണ് സത്യം എന്ന് പറയുന്നതിന്റെ കൂടെ സഞ്ചരിക്കുന്നു. കുട്ടികളെ കൂടെ കൊണ്ടുപോകുന്നു. അവരാണ് അടുത്ത തലമുറയെ ഇതുപോലെയുള്ള സത്യങ്ങളിലേക്ക് കൂടെ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ അവരെയും കൂടെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു വലിയ ഒരു കർമ്മം നിർവഹിക്കുന്നു എന്നുള്ളതാണ്, ഒരു കടമ നിർവഹിക്കുന്നു. അതിന്റെ ഭാഗമായി നടക്കുന്ന ഇന്നത്തെ ഈ ഒരു സെഷൻ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശങ്കരനാരായണനാണ്. അതുപോലെ മോഡറേറ്ററായിട്ട് രമേഷ് സാർ ഉണ്ടാവും. ഈ പരിപാടി നമുക്ക് തുടങ്ങണം. അപ്പൊ സജീവ് കുമാർ സാറിനെ ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്താണ് ഈ പ്ലാനറ്ററി അലൈൻമെന്റ് എന്നുള്ള പരേഡ് എന്താണ് എന്നുള്ളതൊക്കെ, 7 ഗ്രഹങ്ങൾ എങ്ങനെ വരിയായി വരുന്നു അല്ലെങ്കിൽ അലൈൻമെന്റിൽ വരുന്നു എന്നുള്ള അതിന്റെ എല്ലാ വിശദമായ കാര്യങ്ങളും നമുക്ക് അറിയാനുള്ള സമയമാണ്. അധ്യക്ഷത വഹിക്കുന്നതിന് ശങ്കരനാരായണ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ്. അതിന്ന് പലയിടത്തും രക്തസാക്ഷി ദിനമായിട്ട് പറയില്ല, ചരമദിനമൊക്കെ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, നമുക്ക് അറിയാം, ഇന്ന് അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്ന ഒരു ഭരണകൂടവും അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂറോക്രസിയും വരെ ഉള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, സയൻസ് പഠിച്ചവരെല്ലാവരും ശാസ്ത്ര അവബോധമുള്ളവരായിരിക്കണമെന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് നമ്മൾ പറയുന്ന ഒരു സമൂഹം തന്നെ വലിയ അന്ധവിശ്വാസത്തിലും വലിയ അനാചാരങ്ങളിലുമൊക്കെ വിശ്വസിച്ച് അതിന് വലിയ പ്രോത്സാഹനമൊക്കെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ല, വലിയ ഹൈക്കോടതി ജഡ്ജിമാരടക്കമുള്ള ആളുകൾ, അതുപോലെ മന്ത്രിമാര് ഒക്കെ അശാസ്ത്രീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്ന ശാസ്ത്ര കോൺഗ്രസ് വരെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ക്ലാസ് റൂമുകളിലൊക്കെ സോളാർ സിസ്റ്റത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കുകയും അതേ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ ക്ലാസ് റൂമിൽ പുറത്ത് രാഹുവിന്റെയും കേതുവിന്റെയും ഒക്കെ പുറകെ പോകുന്ന, ശനിയുടെയും ഒക്കെ പുറകെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ISRO ചെയർമാൻ ആയിരുന്ന ആള് തന്നെ അശാസ്ത്രീയമായ, നമുക്ക് ഏൻഷ്യൻ ഇന്ത്യയില് നമുക്കൊരുപാട് ഇല്ലാത്ത ഒരുപാട് നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ അവകാശം പറയുന്ന ഒരു നിലയിലേക്ക് വരെ എത്തിയൊരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ജനസംസ്കൃതി ഡൽഹിയിലെ പുരോഗമന സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിൽ 1980 മുതൽ വിവിധ സെമിനാറുകളും ചർച്ചകളും ഒക്കെ തന്നെ നടത്തുകയും അവരുടെ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പെട്ടിട്ടുള്ളതാണ് നമ്മുടെ സയന്റിഫിക് നമ്പർ വളർത്തുക എന്നുള്ളത്, പ്രചരിപ്പിക്കുക എന്നുള്ളതൊക്കെ തന്നെ. അപ്പോ ഇതൊക്കെ ഈ ഒരു ശാസ്ത്ര അവബോധം വളർത്തുന്നതിന്റെ ഒക്കെ ഭാഗമായി കൊണ്ടാണ് നമുക്ക് ജനസംസ്കൃതിക്ക് ഒരു സയൻസ് ഗ്രൂപ്പ് തന്നെ നമ്മൾ പ്രത്യേകമായി, അതിലിപ്പോ ഈ കുട്ടികളൊക്കെ പലരും ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. അപ്പൊ ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും ഒക്കെ ഉള്ള പ്രചരണത്തിന്റെ ഒക്കെ ഭാഗമായിക്കൊണ്ട് ജനസംസ്കൃതി പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെയൊക്കെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഒരു
ഗ്രൂപ്പാണ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി എന്നുള്ളത്. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ എറണാകുളം ചാപ്റ്ററിന്റെ ഭാഗമായിട്ടുള്ള ശ്രീ സജീവ് കുമാർ PP അതിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം എറണാകുളം ചാപ്റ്ററിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം ആണ് ഇന്ന് നമ്മളുടെ മുഖ്യാതിഥിയായിട്ട് ഈ വിഷയത്തിൽ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോ നേരത്തെ സ്വാഗതം ആശംസിച്ച് ജയേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ദീർഘമായിട്ട് ഇതിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിനെ ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ എല്ലാവരും ഒന്ന് ഇതിന്റെ ഇടയ്ക്ക് സംസാരിക്കാതെ മ്യൂട്ടാക്കി വെച്ചുകൊണ്ട് ഇതിന് ശേഷം നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി, കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നീട് അത് ചോദിക്കാനുള്ള ഒരു അവസരം നമ്മൾ തരുന്നതാണ്. ആ സമയത്ത് ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ തുടർന്ന് നമ്മുടെ ഇതിന്റെ മോഡറേറ്ററായിട്ട് രമേശ് ഉണ്ട്. അപ്പോൾ ഓവർ ടു ശ്രീ സജീവ് കുമാർ PP. രമേശ് ഇതിന്റെ മോഡറേറ്ററായിട്ട് ഉണ്ടാവും. ഓക്കെ രമേശ്. നമസ്കാരം. ഞാൻ അതിൽ കൂടുതൽ സമയം ചെലവാക്കുന്നില്ല. മിസ്റ്റർ സജീവ് കുമാറിനെ ഈ ക്ലാസ് നടത്തുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ആയിരിക്കും ഈ പ്രോഗ്രാം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ സംശയങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് മിസ്റ്റർ സജീവ് കുമാർ നമ്മുടെ കൂടെ ഉണ്ടാവും. മിസ്റ്റർ സജീവ് കുമാർ പ്ലീസ് തുടങ്ങിക്കോളൂ. ഓക്കെ സാറേ, ക്ലിയർ ആണല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. സാറേ ഞാൻ പറയുന്ന ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. നമ്മുടെ ഇന്നത്തെ ഫുൾ സ്ക്രീൻ ആക്കിക്കോളൂ കേട്ടോ. ഫുൾ സ്ക്രീൻ ആണ്. ഓക്കെ. വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളോടൊപ്പം ഇന്ന് ഈ സായാഹ്നത്തിൽ ഞാൻ ഇരിക്കുന്നത്. കാരണം ഡൽഹിയിൽ നിങ്ങളുടെ ഒരു കൂട്ടായ്മ വളരെ കാലമായിട്ട് സമൂഹത്തിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും അതുപോലെ സയൻസിന്റെ പോപ്പുലറൈസേഷനും അതുപോലെ മറ്റ് സാംസ്കാരിക മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമാണ് ഉണ്ടാവുക. ജനസംസ്കൃതിയും അതുപോലെ തന്നെ സയൻസ് പീപ്പിളും ചേർന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഡൽഹിയിലിരുന്നുകൊണ്ട് ഈ മാറ്റത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് എന്നെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് നിങ്ങളോട് എല്ലാവരോടും ആദ്യമായി സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. ഈ ക്ലാസിന്റെ അധ്യക്ഷനായിട്ടുള്ള ശങ്കരനാരായണൻ സാറ്, ജയേന്ദ്രൻ സാറ്, അതുപോലെ തന്നെ എനിക്ക് കുറച്ച് നാളായിട്ട് പരിചയമുള്ളതും സുഹൃത്തുക്കളുമായ രമേശ് സാറും ഫ്രാൻസിസ് സാറും ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഈ ക്ലാസ് ഞാനൊരു അരമണിക്കൂർ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ആകാശ കാഴ്ചകൾ കാണാനോ ആകാശ നിരീക്ഷണത്തിനോ പൂർണ്ണമായി ഉതകില്ല. കാരണം നമ്മൾ അരമണിക്കൂർ അതിനുവേണ്ടി ചെലവഴിച്ചാൽ പോലും നമുക്കത് മതിയാവില്ല. നിങ്ങൾ വേറെ ഇനിയും നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരിയധികം ആളുകൾ പല തലങ്ങളിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇതിനോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിനൊരു തുടർച്ച വേണം. അപ്പം ആ ഒരു തുടർച്ചയും സംഘാടകർ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിലേക്ക് ഞാൻ നേരെ പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ സയൻസ് പീപ്പിളിൻ്റെയും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്ലാനറ്ററി അലൈൻമെന്റ് പ്ലാനറ്ററി നമ്മൾ വളരെ എപ്പോഴും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാനറ്റ് പരേഡ് എന്നുള്ള ആ ഒരു ആകാശക്കാഴ്ചയെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഡൽഹിയിലെ അവസ്ഥ എനിക്കത്ര കൃത്യമായിട്ട് അറിയില്ല. കാരണം എങ്കിൽ പോലും പത്രവാർത്തകളിൽ നിന്ന് പറയുന്നത് ആകാശം എപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രശ്നമാണ് എന്നുള്ളതാണ്. പക്ഷെ ആകാശത്ത് എന്ത് രസമാണെന്നറിയാമോ? നല്ല തെളിഞ്ഞ ആകാശം കാണാൻ. പൂക്കൾ വാരി വിതറിയ പോലെയാണ് ആകാശം ഉണ്ടാവുക.
പല നിറത്തിലും പല വലിപ്പത്തിലും ഉള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഒക്കെ നമുക്ക് ഈ ആകാശത്ത് കാണാൻ കഴിയും. ഇത് വളരെ രസമാണ്. പൂക്കൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൂക്കൾ വാരി വിതറിയ പോലെയാണ് ഈ ആകാശം ചില നല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിൽക്കുക. അപ്പൊ ഈ ആകാശത്ത് നക്ഷത്രങ്ങളുണ്ടാവാം, ഗ്രഹങ്ങളുണ്ടാവാം, ഞാൻ അത് പറഞ്ഞ വാൽനക്ഷത്രങ്ങളുണ്ടാവാം, ഉൽക്കകളുണ്ടാവാം. ഇതിനെയൊക്കെ കാണുകയും അതിനെയൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത് ഈ പ്രപഞ്ച വിജ്ഞാനത്തിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ ആകാശത്ത് എങ്ങനെയാണ് ഈ നക്ഷത്ര കാഴ്ചകൾ അല്ലെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ നീലാകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര നക്ഷത്രങ്ങളാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആ നക്ഷത്രങ്ങളിൽ ഈ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ആരെങ്കിലും ഒരാൾ പറയാമോ? ഒരു കൂട്ടുകാരൻ പറയാമോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട്. എങ്ങനെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും തിരിച്ചറിയാൻ പറ്റും? ആകാശത്ത് നോക്കിയിട്ട് എങ്ങനെ? കളറും ഷേപ്പും വെച്ച്. കളറും ഷേപ്പും വെച്ച്. ഓക്കെ, അടുത്ത ആള് ഒരാളോട് പറയാമോ? സൈസ്. പ്ലാനറ്റ് ട്വിങ്കിൾ ചെയ്യുന്നു. പ്ലാനറ്റ് ട്വിങ്കിൾ ചെയ്യത്തില്ല, സ്റ്റാർ ട്വിങ്കിൾ ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് നമ്മൾ നഴ്സറി ക്ലാസ്സുകൾ പഠിച്ചിട്ടില്ലേ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ? ആ പാട്ട് ഓർക്കണ്ടേ? ആകാശത്തേക്കും പറയട്ടെ, ഒരു സജഷൻ പറയട്ടെ. ഈ ഉൽക്ക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. മീറ്റിയേഴ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോഴ് നമ്മളെ നഴ്സറി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ല ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ എന്നുള്ള ആ റൈംസ് ഓർത്തിരിക്കുക. അതായത് ആകാശത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മളെ നോക്കി കണ്ണ് ചിമ്മുന്ന അല്ലെ കണ്ണടയ്ക്കുന്ന അവയൊക്കെ നക്ഷത്രങ്ങളായിരിക്കും. എന്നാൽ നമ്മൾ നോക്കിയാൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെ നമ്മളോടൊപ്പം നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ആ പ്ലാനറ്റ്സിനെ അപ്പം ചോദ്യം വരും, കുറേയധികം പ്ലാനറ്റ്സ് കാണും, കുറേയധികം സ്റ്റാർസ് കാണും, ഇനി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് കുറച്ച് നാളത്തെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. പ്ലാനറ്റ്സിനെയും സ്റ്റാർസിനെയും നമുക്ക് കണ്ട് അറിയാം, തിരിച്ചറിയാം. അതുപോലെ തന്നെ ഇവയെ ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി എങ്ങനെ നമുക്കിപ്പം ജൂപ്പിറ്റർ ആണോ, സാറ്റേൺ ആണോ, വീനസ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതും നമുക്ക് ബൈ പ്രാക്ടീസ് കൊണ്ട് അറിയാൻ പറ്റും. അതല്ലാതെ മാർഗങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ നേരെ ആകാശ കാഴ്ചകളിലേക്ക് പോവുകയാണ്. കാരണം നമുക്ക് 1/2 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ആകാശ കാഴ്ചകളിലേക്ക് പോകുമ്പോഴേക്കും എങ്ങനെയാണ് നമ്മൾ ആദ്യം ഈ ആകാശ കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നത്, എങ്ങനെ നമുക്ക് ഇത് ആരംഭിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പലരും ചിന്തിക്കാറുണ്ട് ആകാശ കാഴ്ചകൾ കാണുന്ന ഒരു ടെലസ്കോപ്പ് അനിവാര്യമാണ്. വേണ്ട, നമുക്ക് ആകാശ കാഴ്ചകൾ തുടക്കത്തിൽ കാണുന്നതിന് നമുക്ക് ടെലസ്കോപ്പ് ഒന്നും ആവശ്യമില്ല. ടെലസ്കോപ്പ് ഇല്ലാതെ തന്നെ ഈ ആകാശത്തെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് പിന്നെ അതിൻ്റെ 2ാം ഘട്ടത്തിൽ മാത്രം നമുക്ക് ടെലസ്കോപ്പ് ആവശ്യമുള്ളൂ. അപ്പം പ്ലാനറ്റ്സിനെ കാണാം, സ്റ്റാർസിനെ കാണാം, അതുപോലെ തന്നെ സ്റ്റാർ ക്ലസ്റ്ററുകൾ കാണാം, ഗാലക്സി കാണാം. ഗാലക്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത ഗാലക്സിയായ ആൻഡ്രോമേഡ ഗാലക്സി നമുക്ക് കാണാൻ കഴിയും, ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. നക്ഷത്ര കൂട്ടങ്ങളെ, കോൺസ്റ്റലേഷൻസിനെ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ആകാശത്ത് വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഉള്ളത്. അതായത് ഒറിയോൺ ദ ഹണ്ടർ, അതായത് വേട്ടക്കാരൻ എന്ന് പറയുന്ന നക്ഷത്രഗണത്തിനെ നമുക്കിന്ന് കാണാൻ കഴിയും. അപ്പൊ അതുപോലെ ആകാശത്തുള്ള കാഴ്ചകളെ നമുക്ക് വളരെ രസകരമായ കാഴ്ചകളാണ്. ആ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ടെലസ്കോപ്പ് ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി മറ്റെന്ത് ഉപകരണങ്ങളാണ് നമുക്ക് ആകാശ കാഴ്ചകൾ കാണാൻ വേണ്ടത്? അത്യാവശ്യം വേണമെങ്കിൽ നമുക്കൊരു ബൈനോക്കുലർ വേണേൽ സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ചെറിയ ടെലസ്കോപ്പ് നമ്മുടെ ആവശ്യം വേണമെങ്കിൽ വേണം. പക്ഷെ ഒരു ചെറിയൊരു നമ്മുടെ ലേസർ പോയിന്ററോ ഒരു ടോർച്ചോ കരുതുന്നത് നല്ലതാണ്. ഇനി ഇത് കൂടാതെ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്കൊരു അതായത് ഇഷ്ടം പോലെ ആപ്സ് ഉണ്ട്. അതായത് സെല്ലേറിയം പോലുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് നോർത്തും സൗത്തും അറിയാൻ വേണ്ടിയിട്ട് ഒരു കോമ്പസും നമുക്ക് ആവശ്യമാണ്. പിന്നെ നിങ്ങൾ പോകുമ്പോഴേക്കും ഒരു ബുക്കും കൂടെ ഇതോടൊപ്പം കരുതണം. ഇതുപോലെ ചില മിനിമം ഉപകരണങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഉയർന്ന പ്രദേശത്ത് ഒരു നല്ല ക്ലിയർ സ്കൈ, അതായത് ഡസ്റ്റ് പൊല്യൂഷനും ലൈറ്റ് പൊല്യൂഷനും ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്
നമുക്കൊരു ക്ലിയർ സ്കൈ കിട്ടുന്ന സ്ഥലത്താണ് നമുക്ക് വാനനിരീക്ഷണത്തിന് ഏറ്റവും പറ്റിയത്. അപ്പോൾ ഡൽഹിയിലെ അവസ്ഥ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും നമുക്ക് കേരളത്തിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റു നിങ്ങൾ ടൂർ യാത്രകൾ പോകുമ്പോഴും അപ്പോൾ മൂന്നാർ ഒക്കെ വരികയാണെങ്കിൽ അതുപോലെ തന്നെ ആ മേഖലകളിൽ ഒക്കെ വളരെ നല്ല ക്ലിയർ സ്കൈ ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയിൽ ഒരു രാത്രിയിൽ കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ആകാശക്കാഴ്ചകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ആകാശത്ത് കാണുന്ന നമുക്ക് നമ്മുടെ ടെലസ്കോപ്പ് ഒന്നും ഇല്ലാതെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏതൊക്കെ പ്ലാനറ്റ്സ് ആണുള്ളത് എന്ന് പരിശോധിക്കും. ഒന്ന് മെർക്കുറിയാണ്. മെർക്കുറി എന്ന് പറഞ്ഞാൽ സൂര്യനോട് തൊട്ടടുത്താണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അതിനെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ വീനസ് എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് മലയാളത്തിൽ പറയും. ഈ വീനസ് ഇപ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അതായത് വെസ്റ്റ് സൈഡിൽ നമുക്കിപ്പോൾ വളരെ നല്ല രീതിയിൽ വീനസിനെ കാണാൻ കഴിയും. അതുപോലെ തന്നെ മാഴ്സിനെ നമുക്കിപ്പോൾ കാണുന്നത് കിഴക്കൻ ചക്രവാളത്തിലാണ്. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു അല്പ ഉയരത്തിൽ മാഴ്സ് വരും. ഇത് കൂടാതെ നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് ജുപ്പിറ്റർ ഉണ്ട്. ജുപ്പിറ്ററിന് ഒപ്പം തന്നെ അതായത് വീനസിനോട് തൊട്ട് ചേർന്ന് സാറ്റേണിനെയും നമുക്ക് കാണാം. ഇത്രയും പ്ലാനറ്റ്സിനെ നമുക്ക് ഒരു ടെലസ്കോപ്പും വേണ്ട, ബൈനോക്കുലറും വേണ്ട, ഇതൊന്നുമില്ലാതെ തന്നെ ആകാശത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ടെലസ്കോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഈ രാത്രിയിലെ അല്ലെങ്കിൽ ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ജുപ്പിറ്റർ ആണ് നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച. കാരണം ജുപ്പിറ്ററിനെ കാണുമ്പോഴത്തേക്ക് ഒരു ചെറിയ ടെലസ്കോപ്പ് വെച്ചിട്ടാണെങ്കിൽ ഒരു 2 ഇഞ്ച് ടെലസ്കോപ്പ് മതി. ആ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കാണുകയാണെങ്കിൽ ജുപ്പിറ്ററിനെ മാത്രമല്ല ജുപ്പിറ്ററിന്റെ 4 ഉപഗ്രഹങ്ങളെ കൂടി നമുക്ക് കാണാൻ കഴിയും. അതായത് ഗലീലിയൻ സാറ്റലൈറ്റ്സ് എന്നാണ് പറയുക. ഗലീലിയോ കണ്ടുപിടിച്ച 4 ഉപഗ്രഹങ്ങളാണ്. യൂറോപ്പ, ഗാനിമീഡ്, കാലിസ്റ്റോ എന്ന് പറയുന്ന 4 ഗലീലിയൻ ഉപഗ്രഹങ്ങളെ കൂടി നമുക്ക് അവിടെ കാണാൻ കഴിയും. വളരെ രസകരമായിട്ടുള്ള ഒന്നാണ് ജുപ്പിറ്ററിന്റെ കാഴ്ച. അപ്പൊ നോക്കുക, ഇനി ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ആകാശം വളരെ ക്ലിയർ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉള്ള ആവശ്യം നമ്മളൊരു വാനനിരീക്ഷണം ആരംഭിക്കുമ്പോഴേക്കും എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അതിന് വേണ്ട ഉപകരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് വാനനിരീക്ഷണം രാത്രിക്ക് ആദ്യം ആരംഭിക്കണ്ട, പകല് തുടങ്ങാം. നമുക്ക് ആകാശക്കാഴ്ചകളാണ്. പകല് ആകാശക്കാഴ്ചകൾ കാണാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത് സൂര്യനാണ്. അപ്പൊ ഈ സൂര്യൻ പോകുന്ന വഴി ആകാശത്തൂടെ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൂര്യൻ എവിടെയാണ് റൈസ് ചെയ്യുന്നത്, ഉദിക്കുന്നത്, അല്ലെ സൺ ഏത് പോയിന്റിലാണ് റൈസ് ചെയ്യുന്നത്, അതുപോലെ ഏത് സ്ഥലത്താണ് സെറ്റ് ചെയ്യുന്നത്, ഈ 2 പോയിന്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേക്കണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഈ സൺ റൈസ് ചെയ്യുന്ന പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അത് വൈകുന്നേരം പോയിട്ട് അസ്തമിക്കുന്ന സ്ഥലവും കൂടെ നമ്മളൊന്ന് നോക്കി വയ്ക്കുക. ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആകാശത്ത് ഒരു വലിയ നാഷണൽ ഹൈവേ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ റോഡുകൾ വളരെ വിശാലമാണ്. അതുപോലെ തന്നെ ആകാശത്ത് ഒരു 18 ഡിഗ്രിയുള്ള ഒരു നാഷണൽ ഹൈവേ ഉണ്ട്. ആ നാഷണൽ ഹൈവേ കൂടെ സഞ്ചരിക്കുന്ന 2 വലിയ വാഹനങ്ങളിൽ ഒന്നാണ് സൂര്യൻ. അപ്പൊ ആ സൂര്യൻ പോകുന്ന വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആകാശ നിരീക്ഷണത്തിന്റെ ആദ്യ ഭാഗമായിട്ട് നമുക്ക് ചെയ്യുന്നത്. അത് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾക്ക് അവിടെ വളരെ എളുപ്പമല്ലേ? ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് നമ്മൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ സൂര്യന്റെ വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ഈ സൂര്യൻ നമ്മൾ ഇന്ന് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് മാറിയാണ് നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഉദിക്കുന്നത്, അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് എവിടെയാണ് ഉദിക്കുന്നത്, ഇങ്ങനെ നമ്മൾ കുറച്ച് നാൾ ഒരു 6 മാസക്കാലം നമ്മൾ സൂര്യനെ ഒന്ന് നിരീക്ഷിക്കണം. അസ്തമിക്കുന്ന സ്ഥലത്തും നിരീക്ഷിക്കുക. അപ്പോൾ ഒരു കാര്യം അതാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, സൂര്യനോടൊപ്പം ആകാശത്ത് നാഷണൽ ഹൈവേ കൂടെ സഞ്ചരിക്കുന്ന മറ്റൊരു വാഹനം കൂടിയുണ്ട്, ചന്ദ്രൻ എന്ന് പറയും. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. ആ ചന്ദ്രനെ നിരീക്ഷിക്കണം. ചന്ദ്രനെ നിരീക്ഷിക്കലും എളുപ്പമാണ്. പക്ഷെ ചന്ദ്രനെ നിരീക്ഷിക്കുമ്പോഴത്തേക്കും ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടും. ചില സമയങ്ങളിൽ പകൽ കാണും, ചില സമയങ്ങളിൽ രാത്രി കാണും. അപ്പൊ ഈ രാത്രി എപ്പോഴാണ് കാണുക, പകൽ എപ്പോഴാണ് കാണുക, അതുപോലെ തന്നെ ഫുൾ മൂൺ ഉണ്ട്, ന്യൂ മൂൺ ഉണ്ട്, ഇതൊക്കെ എപ്പോഴെപ്പോഴാണ് വരിക, ഇതൊക്കെ വളരെ സിമ്പിളാണ്, നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ന്യൂ മൂൺ കഴിഞ്ഞ് അടുത്ത ന്യൂ മൂൺ വരെയുള്ള എത്ര ദിവസങ്ങളാണ് ഉണ്ടാവുക, ഇതും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം.
അതായത് ആദ്യം നമ്മൾ പറഞ്ഞു സൂര്യന്റെ വഴി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ചന്ദ്രന്റെ വഴി കണ്ടുപിടിക്കാം. നോക്കുക, ആ സൺഡേ അന്ന് എഴുതിയേക്കുന്നത് ആ 1-ാം തീയതി തുടങ്ങി അടുത്ത ദിവസം വരെ 29 വരെ ഉള്ള ആ ഒരു ദിവസങ്ങൾ, അതായത് 28.5 ദിവസങ്ങളാണ് എടുക്കുക. ഒരു ന്യൂമൂൺ തൊട്ട് അടുത്ത ന്യൂമൂൺ വരെയുള്ള ആ ചന്ദ്രന്റെ ആ വൃദ്ധിക്ഷയം എന്ന് പറയുന്നത് ഫേസസ് എന്ന് പറയും, അതിനുവേണ്ടി എടുക്കുക. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളിത് നെറ്റിൽ നോക്കിയോ ഡൗൺലോഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മളിത് തന്നെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ശാസ്ത്രം പഠിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് പറയാറില്ലേ കണ്ണുണ്ടായാൽ പോലെ കാണണമെന്ന്. അത് തന്നെയാണ് നമുക്ക് ഈ ഒബ്സർവേഷനും കാണലും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് ബൈ പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒബ്സർവേഷനും നിങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന് സൂര്യനെ നിരീക്ഷിക്കണം, 2 ചന്ദ്രനെ നിരീക്ഷിക്കണം. അപ്പൊ ചന്ദ്രനെ നിരീക്ഷിച്ച് എത്ര ദിവസങ്ങൾ കൊണ്ടാണ്, ഇപ്പൊ 27.5 ഞാൻ പറഞ്ഞു നിങ്ങളോട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കുമ്പോഴേക്കും അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചന്ദ്രനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് നക്ഷത്ര ചാർട്ടുകൾ, സ്റ്റാർ ചാർട്ടുകളൊക്കെ കിട്ടും. അതൊന്നും ഇപ്പൊ ഈ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉള്ളപ്പോഴത്തേക്കും അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ ആകാശത്തുകൂടി പോകുന്ന സൂര്യനും ചന്ദ്രനും പോകുന്ന ആ നാഷണൽ ഹൈവേക്ക് ഇരുവശവുമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ കുറെ നക്ഷത്ര കൂട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ ഈ നക്ഷത്രങ്ങളും നക്ഷത്ര കൂട്ടങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണ്. നമ്മൾ കരുതുന്ന പോലെയല്ല, പ്രകാശവർഷം അകലെയാണ്. വളരെ അത് 100 കണക്കിന് പ്രകാശവർഷം അകലെയാണ്. ഇപ്പം നമുക്ക് തിരുവാതിര എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തെ എടുക്കാം. ഏതാണ്ട് 676 പ്രകാശവർഷം അകലെയാണ് ഈ തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രം. ഒറിയോൺ എന്ന് പറഞ്ഞ കോൺസ്റ്റലേഷനിൽ കാണുന്ന ഒന്നാണ് തിരുവാതിര നക്ഷത്രം. നമുക്കിപ്പം നന്നായി കാണാൻ പറ്റും. അത് ഒരു റെഡ് സൂപ്പർ ജയന്റ് ആണ്. അതായത് പൊട്ടി തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെ പൊട്ടാനിരിക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പൊ ഇപ്പൊ തിരുവാതിര നക്ഷത്രം ആകാശത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയുക എങ്ങനെയാ? 670 പ്രകാശവർഷം അകലാണ്. അപ്പൊ 670 വർഷം കഴിഞ്ഞിട്ട് അത് ആകാശത്തുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോഴും നമ്മളിവിടെ ഇരുന്ന് ആ തിരുവാതിര അല്ല ഇതുപോലുള്ള നക്ഷത്രങ്ങളെ പറ്റി, ആ നക്ഷത്രങ്ങൾ നമ്മളെ ബാധിക്കുന്നു എന്നുള്ള ആ ജ്യോതിഷത്തിന്റെ ആ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അതായത് ശരിക്കും തിരുവാതിര അവിടെ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. കാരണം അത്രയും വളരെ അകലെയാണ് ഈ തിരുവാതിര നിൽക്കുന്നത്. 676 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്ന പറ്റുന്നതിന്റെ അപ്പുറത്ത ദൂരത്തിലാണ് ഇത് നിൽക്കുക. അപ്പൊ ഈ തിരുവാതിര നക്ഷത്രം നമുക്കിന്ന് ആകാശത്ത് കാണാനായിട്ട് കഴിയും. ഞാനപ്പം 2 കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത്. ഒന്ന് സൂര്യന്റെ നിരീക്ഷണം, 2 ചന്ദ്രന്റെ നിരീക്ഷണം. മൂന്നാമത്തെ കാര്യം, സൂര്യനും ചന്ദ്രനും പോകുന്ന വഴിയിൽ കുറെ നക്ഷത്രങ്ങളും നക്ഷത്ര കൂട്ടങ്ങളും. അത് ഭാരതീയരായിട്ടുള്ള ജ്യോതിശാസ്ത്രകാരന്മാർ ഏറ്റവും കൂടുതൽ നിരീക്ഷിച്ചിട്ടുള്ളത് ഈ സൂര്യനും ചന്ദ്രനും പോകുന്ന വഴിയിലുള്ള നക്ഷത്രക്കൂട്ടങ്ങളെയും നക്ഷത്രങ്ങളെയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സൂര്യൻ പോകുന്ന വഴിയിൽ 12 നക്ഷത്രക്കൂട്ടങ്ങളെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നിന്റെ പേര് ലിയോ എന്നാണ്. ലിയോ എന്ന് പറഞ്ഞാൽ സിംഹം. ആകാശത്ത് കാണുന്ന ഒരു നക്ഷത്രക്കൂട്ടമാണ്. സിംഹം എന്ന് പറഞ്ഞാൽ അവിടെ ആകാശ സിംഹം ഉണ്ടെന്നൊന്നുമില്ല, അവിടെ സിംഹമൊന്നുമില്ല. ആ സിംഹത്തിന്റെ ഒരു രൂപം അവരെന്ന് അതിനകത്ത് ആ നക്ഷത്രങ്ങളെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സിംഹത്തിന്റെ രൂപം കണ്ടു. അപ്പം ലിയോ എന്ന് പറയുന്ന ഒരു നക്ഷത്രക്കൂട്ടത്തിനെ നമുക്ക് ഈ സൂര്യൻ ഞാൻ ഈ പറഞ്ഞ വഴി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പൊ ലിയോ എന്ന് പറയുന്ന നക്ഷത്രക്കൂട്ടമുണ്ട്, വിർഗോ എന്ന് പറയുന്ന നക്ഷത്രക്കൂട്ടമുണ്ട്. അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നുള്ള 12 മാസങ്ങളാണ്. ഈ 12 മാസങ്ങളും 12 നക്ഷത്രക്കൂട്ടങ്ങളാണ്. അപ്പൊ ഈ 12 നക്ഷത്രക്കൂട്ടങ്ങളെ കൂടി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓരോ മാസത്തിലും ഓരോ നക്ഷത്രക്കൂട്ടമാണ്. അപ്പൊ ഈ മാസം ധനുമാസമാണെങ്കിൽ അല്ലെ വൃശ്ചിക മാസമാണെങ്കിൽ വൃശ്ചികം കഴിഞ്ഞ് ധനു എന്ന് പറഞ്ഞ രാശിയോടൊപ്പമായിരിക്കും സൂര്യൻ ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതായത് ധനു രാശിയിലാണ് സൂര്യൻ ഉണ്ടാവുക. അതിന് ആ നക്ഷത്ര ഗണത്തിന് നമുക്ക് കാണാൻ പറ്റില്ല ആ സമയത്ത്. ബാക്കി ധനു കഴിഞ്ഞിട്ടുള്ള മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, അങ്ങനെ ബാക്കിയുള്ള പകുതി ആകാശത്ത് നമുക്ക് ബാക്കിയുള്ള 6 നക്ഷത്ര കൂട്ടങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടെ പറയാം.
കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നാഷണൽ ഹൈവേ കണ്ടുപിടിക്കുക. ആ നാഷണൽ ഹൈവേ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആ നാഷണൽ ഹൈവേക്ക് 18 ഡിഗ്രി വീതിയുണ്ട്. അതിന്റെ അപ്പുറം ഇപ്പുറയുമായിട്ട് 2 സൈഡിലുമായിട്ട് 12 നക്ഷത്രക്കൂട്ടങ്ങളുണ്ട്. ഇത് പിടി കിട്ടിയോ? ഞാൻ ഈ പറഞ്ഞത് പിടി കിട്ടിയോ? ഇതിലേക്ക് ഒന്നുകൂടെ പറയണോ? ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ മലയാളത്തിലെ മാസങ്ങൾ പറഞ്ഞില്ലേ, അത് ഒന്ന് ഇംഗ്ലീഷിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഓക്കെ. അത് ഞാൻ ആദ്യം പറഞ്ഞ ലിയോ, വിർഗോ, പിന്നെ അതിന്റെ പേരുകളെല്ലാം ഞാനത് മറന്നുപോയി. എല്ലാം ഇംഗ്ലീഷിലുള്ള പേരുകൾ പെട്ടെന്ന് എന്റെ വായിലേക്ക് വരുന്നില്ല. അപ്പൊ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഞാനത് പാരലായിട്ട് തന്നെ നെറ്റിൽ നോക്കി പറയാം. ചിങ്ങം, കനി, തുലാം എന്ന് പറഞ്ഞാൽ ലിബ്രോ, ചിങ്ങം, കനി, തുലാം, വൃശ്ചികം എന്ന് പറഞ്ഞാൽ സ്കോർപിയോ, ധനു എന്ന് പറഞ്ഞാൽ സഗിറ്റേറിയസ്, തുലാം, വൃശ്ചികം, ധനു, മകരം എന്ന് പറഞ്ഞാൽ അത് മറന്നുപോയി, കുംഭം, ഇംഗ്ലീഷ് പേര് മറന്നുപോയത്. ഞാനത് നമുക്ക് നോക്കി പറയാം അതിനോടൊപ്പം തന്നെ. അപ്പൊ ഈ 12 നക്ഷത്ര കൂട്ടങ്ങളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനി 12 നക്ഷത്രക്കൂട്ടങ്ങൾ അത് സൂര്യൻ പോണ വഴിയിലാണ്. ഈ ചന്ദ്രൻ പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞ ഈ 2 പദങ്ങൾ തമ്മിൽ ഒരു 5 ഡിഗ്രി വ്യത്യാസമുണ്ട്. സൂര്യൻ പോകുന്ന വഴിയും ചന്ദ്രൻ പോകുന്ന വഴിയും 2 നാഷണൽ ഹൈവേ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിലൊരു 5 ഡിഗ്രി വ്യത്യാസമുണ്ട്. 27 നക്ഷത്രങ്ങളെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിലാണ് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര എന്നുള്ള 27 നക്ഷത്രങ്ങൾ. ഇതിൽ നിങ്ങളുടെ നാളുകളായിട്ടാണ് പലപ്പോഴും പറയുന്നത്. നാളെ ഏതാണെന്ന് ചോദിക്കാറില്ലേ? അപ്പൊ എന്റെ നാളെ അശ്വതിയാണെന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആ കുട്ടി ജനിക്കുന്ന സമയത്ത് അശ്വതി നക്ഷത്രമായിരുന്നു എന്ന് മാത്രമല്ല, അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിനോട് അടുത്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. വളരെ സിമ്പിളാണ്, അത്രേ ഉള്ളൂ. അന്നത്തെ കാലത്ത് വാച്ചില്ല, ക്ലോക്ക് ഇല്ല, മൊബൈൽ ഇല്ല, ടൈം പീസ് ഇല്ല. അവർക്ക് അന്ന് ഈ പറഞ്ഞ പോലെ ഇത് കാലഗണനയ്ക്കും ഈ പറഞ്ഞ പോലെ ദിക്കറിയുന്നതിനും ഒക്കെ ആകാശം നോക്കിയേ മതിയാവും. അപ്പൊ അതുകൊണ്ട് അന്ന് അവർക്ക് വേറൊരു മാർഗമില്ല. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ജനിച്ച് എത്ര വർഷമായി അല്ലെ എത്ര പ്രായമായി എന്ന് അറിയാനായിട്ട് മാർഗമില്ലാത്തതുകൊണ്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചന്ദ്രൻ നിൽക്കുന്ന പിന്നെ അശ്വതി എന്ന് പറഞ്ഞ നക്ഷത്രത്തിലൂടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 27 ദിവസം കഴിയുമ്പോഴത്തേക്കും ചന്ദ്രൻ അതിലേക്ക് ഇറങ്ങി വീണ്ടും അശ്വതി നക്ഷത്രത്തിന്റെ അടുക്ക് വരും. അപ്പൊ 27 ദിവസമായി എന്ന് അവർക്ക് മനസ്സിലായി. അതാണ് 27 ദിവസം കഴിഞ്ഞ് 28 കെട്ടെന്ന് പറഞ്ഞൊരു ചടങ്ങ് പലപ്പോഴും നടത്താറുള്ളത്. അതായത് 27 ദിവസം കഴിഞ്ഞ് 28ാമത്തെ ദിവസം ആ കുട്ടിയുടെ അരയിൽ ഒരു ചരട് കിട്ടും. ആ ചരട് കെട്ടിക്കഴിയുമ്പോഴത്തേ അറിഞ്ഞു കുട്ടിക്ക് 28 ദിവസം പ്രായമായി. അടുത്ത വീണ്ടും ഈ അശ്വതി നക്ഷത്രം വരുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും ഒരു കെട്ടും കൂടെ അതിലിടും. പക്ഷെ അന്നത് ആവശ്യകതയായിരുന്നു അവർക്ക് 28 കെട്ട് അതുപോലുള്ള ചടങ്ങുകൾ. പക്ഷെ ഇന്നും നമ്മൾ അത്ര ആചാരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ആർക്കും അറിയില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ വാച്ച് ഇല്ലാതിരുന്നതും ടൈം പീസ് ഇല്ലാതിരുന്നതും അല്ലെ ക്ലോക്ക് ഇല്ലാതിരുന്നതും ഒരു കാലഘട്ടത്തിൽ അവരത് ചെയ്തിരുന്നു. ഇന്നത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് യാതൊരു ആവശ്യമില്ല. നമ്മളത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തുള്ള അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 28 ദിവസം കഴിഞ്ഞാൽ അടുത്ത 56 ആകുമ്പോഴത്തേക്കും 2 കെട്ടുണ്ടാവും ആ ചരടിൽ. അങ്ങനെയാണ് അന്ന് ഈ പറഞ്ഞ പോലെ പ്രായവും ഒക്കെ ഗണിച്ചുകൊണ്ടിരുന്നത്. അതിന് ഒത്തിരി മാർഗങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ ചന്ദ്രൻ പോകുന്ന വഴിയിൽ 27 നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളെ ആണ് ഞാൻ പറഞ്ഞത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം എന്ന് പറഞ്ഞ 27 നക്ഷത്രങ്ങൾ. അപ്പൊ ഈ നക്ഷത്രങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിലൊന്നാണ് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഒറിയോൺ നക്ഷത്രക്കൂട്ടത്തിലുള്ള തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രം. ആ തിരുവാതിര നക്ഷത്രം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ചിലപ്പോൾ അവിടെ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. അപ്പോഴും നമ്മള് ജ്യോതിഷത്തിന്റെ ഭാഗമായിട്ട് തിരുവാതിരയെ പറ്റി നമ്മളെ ബാധിക്കുമെന്നുള്ള ചിന്തകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അല്ല ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അറിയില്ലായിരുന്നു എന്താണെന്ന്. ചിലത് ചുമന്നിരിക്കും, ചിലത് മഞ്ഞ നിറത്തിലിരിക്കും, നല്ല നീല നിറത്തിരിക്കും. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് അവർക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ചില സങ്കേതങ്ങൾ ഇന്ന് നമ്മൾ അന്ധവിശ്വാസങ്ങളായും അനാചാരങ്ങളായും നമ്മൾ ഇന്നും തുടർന്നു വരികയാണ്. അപ്പൊ അതല്ലാതെ ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒന്നും നമ്മളെ നമ്മുടെ നിത്യജീവിതത്തിൽ ബാധിക്കുന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം അന്വേഷണങ്ങൾ നമുക്ക് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് അല്ലെ അത്തരം ചില ചിന്തകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തുടർന്ന മനസ്സോടെ ശാസ്ത്രം പഠിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ രീതി. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയാൻ വയ്യെന്നും അറിയാവുന്ന കാര്യങ്ങൾ പറയുകയും അതിനെ ആര് പറയുന്നു എന്നെടുക്കാതെ എന്താണ് പറയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രം പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്കിന്ന് ഈ പറഞ്ഞ പോലെ ആകാശത്ത് കാണുന്ന പ്ലാനറ്ററി പരേഡിനെ പറ്റി ഞാൻ ഒരല്പം പറയാം. അപ്പം ചന്ദ്രനെ നോക്കി, സൂര്യനെ നോക്കി,
സൂര്യനും ചന്ദ്രനും പോകുന്ന വഴികൾ കണ്ടുപിടിച്ചു. ആ വഴികൾ കണ്ടുപിടിക്കുമ്പോഴേക്കും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 30 ഡിഗ്രി മാറിയിട്ട് നമുക്ക് വീനസ് എന്ന് പറയുന്ന, ശുക്രൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഗ്രഹത്തിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതിനെ നിങ്ങൾ പടിഞ്ഞാട്ട് നോക്കിയാൽ, നിങ്ങൾ നാളത്തെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ തന്നെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അവിടുത്തെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ള സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം അതിനോട് തൊട്ട് ചേർന്ന് തന്നെ വളരെ അടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ സാറ്റേൺ ഉള്ളത്. സാറ്റേൺ കണ്ടുപിടിക്കാനായിട്ട് വലിയ പ്രശ്നമില്ല, നമ്മുടെ നഗ്നനേത്രം കൊണ്ട് തന്നെ കാണാം. തുടർന്ന് ഈ പറഞ്ഞ പോലെ തലയ്ക്ക് നേരെ ഏതാണ്ട് മേളിലായിട്ട് ജുപ്പിറ്ററിനെ കാണാം. ജുപ്പിറ്ററിൽ നിന്ന് കുറേ അകലെയായിട്ട് കിഴക്കൻ ചക്രവാളത്തിൽ ഈസ്റ്റേൺ ഡയറക്ഷനിൽ ഒരു 8 മണിക്കൊക്കെ ഒരു 40 ഡിഗ്രിയിൽ 30-40 ഡിഗ്രിയിൽ നമുക്ക് മാഴ്സിനെയും കാണാം. ഈ മാഴ്സ് വളരെ എളുപ്പമാണ് ഈ മാഴ്സിനെ തിരിച്ചറിയാനായിട്ട്. മറ്റേ ജുപ്പിറ്ററിനെയും സാറ്റേണിനെയൊക്കെ തിരിച്ചറിയുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് മാഴ്സിനെ തിരിച്ചറിയാം. മാഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ചൊവ്വ എന്ന് പറയും. ആ മാഴ്സ് ഒരു റെഡ് കളറാണ് മാഴ്സിനുള്ളത്. അപ്പോൾ ആ മാഴ്സ് എന്തുകൊണ്ടാണ്, ഞാൻ ആ മാഴ്സിന്റെ പടവും കൂടി നിങ്ങളെ കാണിക്കാം. കുറേ അധികം ഇതാണ് നമ്മൾ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ ജുപ്പിറ്ററിന്റെ ഇതാണ് നമ്മൾ ഈ രീതിയിലാണ് ഒരു ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ കാണുക. ജുപ്പിറ്ററിനെ കാണാൻ പറ്റും, ഇയോയും യൂറോപ്പയും ഗാനിമീഡിനെയും കാലിസ്റ്റോയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് 90-നടുത്ത് ഉപഗ്രഹങ്ങൾ ഈ ജുപ്പിറ്ററിനുണ്ട്. ഇത് നോക്കി ഇതുപോലെ പൊട്ടുകളായിട്ട് അതിന് ചുറ്റിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ജുപ്പിറ്ററിനെ പുറത്തൊപ്പം ചുറ്റുന്ന ഉപഗ്രഹങ്ങളാണ് ആ പൊട്ടുപോലെ നമ്മൾ കാണുന്നത്. ഇതാണ് മാഴ്സ് എന്ന് പറയുന്നത്. മാഴ്സ് എന്ന് പറഞ്ഞാൽ ചൊവ്വ അല്ലെങ്കിൽ പറയും. ഹലോ, പറഞ്ഞോളൂ. സാർ മറ്റേ റെഡ് സ്പോട്ട് ഉണ്ടായിരുന്ന വെച്ചാൽ ജൂപ്പിറ്ററിലുള്ള ആ റെഡ് സ്പോട്ടിനെ പറയുന്നത് ദി ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നാണ്. അതെ. അത് നമ്മൾ നല്ല ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ജുപ്പിറ്ററിന്റെ പ്രത്യേകത പറഞ്ഞാൽ അത് ഗ്യാസ് ജയന്റ് ആണ്. നമ്മൾ ഇന്ന് ഭൂമിയിൽ നിൽക്കുന്ന പോലെയുള്ള സോളിഡ് ആയിട്ടുള്ള അവസ്ഥയല്ല, അതൊരു ഗ്യാസ് ജയന്റ് ആണ് ജുപ്പിറ്റർ. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ വരുമ്പോഴത്തേക്കും പോവാം. ഇന്ന് നമ്മുടെ സമയം ഇപ്പൊ തന്നെ 20 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഈ മാഴ്സിന്റെ കാര്യം കൂടെ പറയാം. മാഴ്സ് നോക്കിയേ, കാണുമ്പോഴത്തേക്കും നല്ല ചുവന്ന് തീക്കട്ട പോലെയാണ് മാഴ്സ് ഇരിക്കുക, ചുവന്നിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മാഴ്സ് അങ്ങനെ ചുവന്നിരിക്കാൻ കാരണം? നോക്കുക, ഇത് നോക്കിയേ, ഇത് മാഴ്സിന്റെ ഉപരിതലത്തിൽ കൂടെ പോകുന്ന ഒരു റോവറാണ്. ആ റോവർ ഭൂമിയിൽ കൂടെ പോകുന്നതല്ല, അത് മാഴ്സിന്റെ ഉപരിതലത്തിൽ കൂടെയാണ് ആ റോവർ പോകുന്നത്. മാഴ്സിന്റെ ഉപരിതലം നോക്കിയേ, വെറും കല്ലും മണ്ണും മാത്രമാണ് ഉള്ളത്. അതിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ഇൻജുനിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ ഹെലികോപ്റ്ററാണ്. ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ചൊവ്വയിൽ, അതായത് മാഴ്സിൽ അതിന്റെ പ്രതലത്തിലൂടെ ഈ ഹെലികോപ്റ്റർ ചലിപ്പിച്ചിട്ടുണ്ട്. നാസയുടെ പര്യവേഷണമാണ്. ശാസ്ത്രത്തിന്റെ പ്രത്യേകത അതാണ്. നോക്കുക, ആ കുന്നും മലകളും ഒക്കെ കാണാം. അതോടൊപ്പം തന്നെ വെറും മണ്ണ് പോലുള്ള യാതൊരു ഊഷരമായ ഒരു ഭൂമിയാണ് ഈ മാഴ്സ് എന്ന് പറയുന്നത്. ആ ചൊവ്വയെ നമ്മൾ പേടിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ. ഇതാണ് മാഴ്സിന്റെ മാസ എടുത്ത ഒരു ചിത്രമാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാഴ്സിനെ കിഴക്കൻ ചക്രവാളത്തിൽ കാണാം, അതുപോലെ തന്നെ ജുപ്പിറ്ററിനെ കാണാം. അപ്പൊ നിങ്ങൾ ചെറിയ ടെലസ്കോപ്പ് കൂടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജുപ്പിറ്ററിനെ ഞാൻ ഈ പറഞ്ഞ അതിന്റെ മൂൺസിനെയും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പ്ലാനറ്ററി പരേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. ഇത് നമുക്ക് ഇത്രയും ഗ്രഹങ്ങളെ നമുക്ക് ആകാശത്ത് ഒരേ അതുപോലെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നഗ്നനേത്രങ്ങളോട് കാണാൻ കഴിയുന്നുണ്ട്, അതുകൂടാതെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയും ഗ്രഹങ്ങളെ ഒരുമിച്ച് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചു. പറഞ്ഞോളൂ. ജൂപ്പിറ്ററിന്റെ 2 large moons are called Io and Europa. Very good. ഇതാണ് അതിനകത്ത് നോക്കൂ, ഇതാണ് ആ ജുപ്പിറ്ററിന്റെ മേളിൽ കാണുന്നതാണ് ഇയോ, താഴത്ത് കാണുന്നതാണ്, ഏറ്റവും താഴത്ത് കാണുന്നത് യൂറോപ്പ എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾക്ക് നാളെ മുതൽ നിരീക്ഷണം ആരംഭിക്കുമോ എല്ലാവരും? നാളെ മുതൽ എങ്ങനെയാ നിങ്ങൾ നിരീക്ഷണം ആരംഭിക്കുമോ അവിടെ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആരംഭിക്കും. ഓക്കെ. നാളെ മുതൽ നിരീക്ഷണം ആരംഭിക്കും. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ പോലെ സൂര്യനെ നോക്കണം, പിന്നെ അതിനുശേഷം
സൂര്യൻ പോകുന്ന വഴി കണ്ടുപിടിക്കണം, ചന്ദ്രൻ പോകുന്ന വഴി കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ വഴിയിലുള്ള നക്ഷത്ര കൂട്ടങ്ങളെ തിരിച്ചറിയണം. ഒറ്റയ്ക്ക് നിൽക്കുന്നതും അല്ലാതെ കൂട്ടായി നിൽക്കുന്നതും ഉള്ള നക്ഷത്രങ്ങളെ, കാർത്തിക എന്ന് പറയുന്ന നക്ഷത്ര കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ തന്നെ അടുത്ത് ഈ ഒറിയോണിന്റെ അടുത്ത് തന്നെയുള്ള കാർത്തിക കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. 7 നക്ഷത്രങ്ങളെയാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് അവിടെ. പക്ഷെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് ആ ഭാഗത്ത്. നക്ഷത്ര കൂട്ടമാണ്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. പക്ഷെ ഈ നിരീക്ഷണത്തിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ, പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. ഇനി ഇത് പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾക്ക് നിരീക്ഷിക്കാനായിട്ട് പാടായിരിക്കും. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് നിരീക്ഷിക്കാനായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അതിനു മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു നമ്മുടെ ഭൂമിയുടെ ആകൃതി എന്താണ്? ഭൂമിയുടെ ഷേപ്പ് ജിയോയിഡ് ഷേപ്പാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ജിയോയിഡ് ഷേപ്പ് പറഞ്ഞോളൂ. നമ്മുടെ ജിയോയിഡ് ഷേപ്പിൽ ഉള്ള ഭൂമിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജിയോയിഡ് ഷേപ്പിലുള്ള ഭൂമിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കാണുമ്പോൾ എപ്പോഴും പിക്ചറിലല്ല നമ്മൾ ഈ ശാസ്ത്രം പഠിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒബ്സർവേഷനോടൊപ്പം ഇമാജിനേഷനും കൂടെ നമുക്ക് വേണം. ഒബ്സർവേഷൻ മാത്രം കൊണ്ട് കാര്യമില്ല, ഒബ്സർവേഷൻ വേണം. ഒബ്സർവേഷനോടൊപ്പം നമുക്ക് ഈ പ്രത്യേകിച്ച് അസ്ട്രോണമി പഠിക്കുമ്പോഴത്തേക്കും ഇമാജിനേഷൻ ഒരു വലിയ ഫാക്ടറാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നില്ലേ, ഈ സ്ലൈഡിൽ കാണുന്ന ചിത്രം ആണ് നമ്മൾ ഭൂമിയെ നോക്കുമ്പോഴേക്കും കാണുന്നത്. നമ്മൾ ഭൂമി എങ്ങനെയായിരിക്കുന്നത്? ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇപ്പൊ ചിത്രമല്ല കേട്ടോ കാണുന്നത്, അല്ലേ? അതിനകത്തൊരു ചിത്രം ഉണ്ടല്ലോ സാർ, അതിന് അടിയിൽ എഴുതി കൊടുത്തതിനകത്ത് ഇപ്പൊ കാണുന്നില്ലേ അത്? അതായത് അതൊരു ചിത്രമാണ്. അതായത് അതിന്റെ ഏറ്റവും അടിഭാഗത്ത് നോക്കി, അതായത് ഫ്ലാറ്റ് എർത്തിന്റെ ഒരു പിക്ചറാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കാണുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള എർത്താണ്. ജിയോയിഡ് ഷേപ്പിൽ അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭൂമിയെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും ഇത് പറഞ്ഞ് എന്നാലേ എനിക്ക് സന്തോഷമാവുള്ളൂ. ഗ്ലോബ് അതൊക്കെ ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ കണ്ടിട്ടുള്ള അതൊരു മോഡലാണ് ഗ്ലോബ്, അല്ലേ? അത് നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം ചോദിക്കാം. നമ്മൾ കണ്ടിട്ടുള്ള ഈ സ്പെറിക്കൽ ഷേപ്പ് അല്ലെ ജിയോയിഡ് ഷേപ്പിലുള്ള ഏറ്റവും വലിയ വസ്തു ഏതാണ്? നമ്മൾ കണ്ടിട്ടുള്ള ഒരാൾ പറഞ്ഞു ഗ്ലോബ് എന്ന് പറഞ്ഞു. ഓക്കെ, ഏതാ? വെരി ഗുഡ്, വെരി ഗുഡ്. ഫുട്ബോൾ. അടുത്തത് പറഞ്ഞോളൂ, കറക്റ്റാണ്, പറഞ്ഞോളൂ. ബാസ്കറ്റ് ബോൾ. വെരി 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 ഗുഡ്. ബാസ്കറ്റ് ബോളാണ്. പിന്നെ ഏതാ? ഓറഞ്ച് വോളിബോൾ. വോളിബോൾ. ഓക്കെ. പക്ഷേ അതിനേക്കാളും വലിയ ഒരു സ്പെറിക്കൽ ഷേപ്പുള്ള ഒരു വസ്തുവിന്റെ പേര് പറയാം. നിങ്ങൾ കണ്ടിട്ടില്ല? സ്പെറിക്കൽ ഷേപ്പ് വാട്ടർമെലൺ. അത് ഞാൻ ആ പടാതിനകത്തുണ്ടല്ലോ, ഞാൻ കാണിച്ചു. അതല്ലാതെ വേറെ അല്ല. മൂന്ന് നമ്മൾ കാണുന്നത് സ്പെറിക്കൽ ഷേപ്പിലല്ലോ, സർക്കുലർ ഷേപ്പിലല്ലേ. അതും വളരെ അകലെയല്ലേ, ഒരു പ്രപ്പടം പോലെയൊക്കെയല്ലേ പറയുന്നത്. 3 സണ്ണൊന്നും പറയാൻ പാടില്ല. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങയില്ലാത്തോണ്ട് പറഞ്ഞോളൂ. സാർ പറഞ്ഞോളൂ. സൺ. ഓക്കെ, സൺ. പക്ഷേ സ്പെറിക്കൽ ഷേപ്പ് അല്ല, നമ്മൾ സർക്കുലർ ഷേപ്പിലാണ്. അതെല്ലാം സർക്കുലർ ഷേപ്പിലാണ്. പക്ഷെ ജുപ്പിറ്ററിനെയൊക്കെ നമ്മൾ കാണുന്നത് സർക്കുലർ ഷേപ്പിലാണ്, സ്പെറിക്കൽ ഷേപ്പിലല്ലല്ലോ. അപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട സ്പെറിക്കൽ ഷേപ്പിലുള്ള, ഇനി ഞാൻ പറയാം, കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇനി ഞാൻ പറയാം. മൈക്കെല്ലാം മ്യൂട്ട് ചെയ്തോളൂ. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്പെറിക്കൽ ഷേപ്പിലുള്ള വസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലര് ജിംനേഷ്യത്തിൽ പോകുന്നവരുണ്ട്, അവിടെ ഒരു ബോളുണ്ട്. അല്ലെങ്കിൽ വലിയ ബലൂൺ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സർക്കസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സർക്കസ് കണ്ടിട്ടുണ്ടോ? അല്ലെ മലയാള സിനിമയിലൊക്കെ തന്നെ
ഈ സർക്കസിനകത്ത് ഒരു ഗ്ലോബിനകത്ത് സൈക്കിൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കണ്ടിട്ടുണ്ടോ? സാർ ഒരു വലിയ സൈസുള്ള ബോള്. അതെ അതെ അതെ, വലിയ സൈക്കിൾ ബോൾ. അത് വലിയൊരു സ്പെറിക്കൽ ഷേപ്പിലുള്ള വസ്തുവാണ്. ബലൂണിനെ പോലെ. നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുപോലുള്ള ഇത്ര ചെറിയ ചെറിയ വസ്തുക്കളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയാം. ഇതുപോലുള്ള ചെറിയ ചെറിയ വസ്തുക്കളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഭൂമിയുടെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഭീമാകാരനായൊരു ഗോളമാണ്. അത് മാത്രമല്ല 12,600 കിലോമീറ്റർ വലിപ്പമുള്ള ഭീമാകാരനായൊരു ഗോളമാണ് നമ്മുടെ ഭൂമി. അപ്പൊ നോക്കിയേ, ഇത് നമുക്ക് അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇമാജിനേഷനാണ് ഏറ്റവും അത്യാവശ്യം. അതായത് സ്വപ്നം കാണാൻ പഠിക്കുക. നിങ്ങൾ എപ്പോഴാണ് സ്വപ്നം കാണുക? ഡ്രീംസ് എപ്പോഴാണ് വരിക? കിടന്നുറങ്ങുമ്പോഴല്ല സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം ഉണർന്നിരിക്കുമ്പോഴാണ് നമുക്ക് സ്വപ്നം. വെരി ഗുഡ്. രാത്രിയിൽ മാത്രമല്ല, നമുക്കേ ഉണർന്നിരിക്കുമ്പോഴാണ് സ്വപ്നം കാണേണ്ടത്. ആ കാണുന്ന സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തണം. അപ്പൊ മാത്രമേ സയൻസ് പഠിത്തം നടക്കുള്ളൂ. നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാം പറഞ്ഞില്ലേ നമ്മളോട്. അപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഇമാജിനേഷൻ കൂട്ടാനായിട്ട് ഒരു കാര്യം പറയാൻ പോവാ. അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് നമ്മുടെ ഈ പിക്ചറിൽ കാണുന്ന വാട്ടർ മെലോണിനെ കാണും. കണ്ടോ? എല്ലാവരും കണ്ടോ? ഈ വാട്ടർ മെലോണെ കണ്ടു കഴിഞ്ഞു. വെരി ഗുഡ്. ഇനി കണ്ണടയ്ക്കുക. എല്ലാവരും കണ്ണ് തുറക്കരുത്, കണ്ണടച്ചു വയ്ക്കുക. കണ്ണടച്ചിട്ട് ഈ വാട്ടർ മെലോണിനെ ഒന്ന് കണ്ടേ. കണ്ടോ? കാണാൻ പറ്റിയോ? കാണാൻ പറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇനി കണ്ണടച്ചിട്ട് വാട്ടർ മെലോണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു വലിയ അതുകൊണ്ട് ഈ വാട്ടർ മെലോണിനോട് ഞാൻ പറയുകയാണ്, വാട്ടർ മെലോൺ നിന്റെ ഡയമീറ്റർ ഇപ്പോൾ 1/2 മീറ്ററാണ്. നീ 1 മീറ്റർ ആയിക്കോ എന്ന് വാട്ടർ മെലോണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മെലോൺ 1 മീറ്റർ ആവും. അപ്പൊ ഞാൻ വാട്ടർ മെലോൺ നമ്മുടെ ഇപ്പൊ മുമ്പിലിരിക്കുന്ന വാട്ടർ മെലോണിനോട് പറയുകയാണ് 1 മീറ്റർ ആയിക്കോളൂ എന്ന് പറയാണ്. 1 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു വാട്ടർ മെലോണിനെ നിങ്ങൾ കണ്ടോ? കണ്ണടച്ചു പിടിച്ച് കണ്ടോ? 1 മീറ്റർ വലിപ്പമുള്ള ഡയമീറ്റർ ഉള്ള വാട്ടർ മെലോണിനെ കാണാൻ പറ്റിയോ? വെരി ഗുഡ്, വെരി ഗുഡ്. അത് കാണാം. അപ്പൊ ഇനി നോക്ക മൈക്ക് മോട്ടിയ. ഇനി നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ കൊള്ളുന്ന 3 മീറ്റർ വലിപ്പം, 3 അല്ല, നിങ്ങളിരിക്കുന്ന ആ വീട്ടിൽ കൊള്ളുന്ന 1 മീറ്റർ വലിപ്പമുള്ള ഒരു വാട്ടർ മെലോൺ, വലിയൊരു വാട്ടർ മെലോൺ. ഒരു കത്തിയൊക്കെ നിങ്ങൾക്ക് തന്നേക്കാണ് മുറിച്ചെടുക്കാനായിട്ട്. അതിന്റെ ആ പച്ചപ്പും മഞ്ഞയും ഒക്കെ നിറങ്ങൾ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പം 1 മീറ്റർ വലിപ്പം, 3 മീറ്റർ വലിപ്പമുള്ളതാണല്ലോ നമ്മുടെ ആ മുറിക്കകത്ത്, നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്ത് കൊള്ളുന്ന അത്രയും ഭീമാകാരനായിട്ടുള്ള ഒരു വാട്ടർ മെലോൺ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 മീറ്ററേ ഉള്ളൂ. 100 മീറ്റർ ആണെങ്കിലോ എത്ര വലിയ വാട്ടർ മെലോൺ ആയിരിക്കും. അതിന്റെ മേളിൽ കയറണമെങ്കിൽ തന്നെ നമുക്ക് ലാഡർ വേണം. ഒന്ന് മുറിച്ചെടുക്കണമെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊന്ന് സ്വപ്നം കണ്ടേ നിങ്ങൾ. 1 കിലോമീറ്റർ വലിപ്പമുള്ള വാട്ടർ മെലോൺ ആണെങ്കിലോ വളരെ ഭീമാകാരനായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ അത്രയ്ക്ക് വലിയ സൈസ് നമുക്ക് ഈ ഭൂമിയെ പറ്റി, ഭൂമിയുടെ വലിപ്പത്തെ പറ്റി 1 കിലോമീറ്റർ ഉള്ള ഒരു വാട്ടർ മെലോണിനെ നമുക്ക് സ്വപ്നം കാണാനായിട്ട് അല്ല ഇമാജിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മളോട് പറയുന്നത് 12,600 കിലോമീറ്റർ വലിപ്പമുള്ള വാട്ടർ മെലോൺ പോലെയുള്ള ഒന്നാണ് ഭൂമി എന്ന്. അപ്പൊ അങ്ങനെ ആ ഭൂമിയുടെ വലിപ്പം നമ്മൾ ഇമാജിൻ ചെയ്യും. അപ്പം ഭൂമിയുടെ വലിപ്പം നമ്മൾ അറിയണം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഭൂമിയുടെ കറക്കം, ഭൂമിയുടെ സ്പേസിലുള്ള പൊസിഷൻ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. എന്നെങ്കിൽ മാത്രമേ ഈ നമുക്ക് ഈ കൈവാച്ചിങ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും സിമ്പിളായിട്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ നിരീക്ഷണം നാളെ മുതൽ ആരംഭിക്കണം. ആരംഭിച്ചിട്ട് ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിനുശേഷം ഇനിയുള്ള ക്ലാസ്സുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത പാർട്ടും കൂടി പറഞ്ഞ് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാനിപ്പോൾ ഈ നമ്മുടെ സമയപരിമിതി കാരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും കാണാം. അതുപോലെ പറഞ്ഞോളൂ. സാർ ഒരു സ്റ്റാറിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. ഏതാണ്? നോർത്ത് സ്റ്റാർ.
വെരി ഗുഡ്. നോർത്ത് സ്റ്റാർ, അത് നിങ്ങൾ ഡൽഹിക്കാർക്കൊക്കെ നോർത്ത് സ്റ്റാറിനെ കാണാൻ പറ്റും. ഞങ്ങൾക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ നോർത്ത് സ്റ്റാറിനെ കാണാനേ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ 10 ഡിഗ്രിയാണ് ഞങ്ങളുടെ ലാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് അവിടെ 28 ഡിഗ്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് നോർത്ത് സ്റ്റാറിനെ കാണാൻ പറ്റും. ഞാൻ നോർത്ത് സ്റ്റാറിലേക്കൊക്കെ വരുന്നുണ്ട്. നോർത്ത് സ്റ്റാറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് പോരാ. നോർത്ത് സ്റ്റാർ അതിനെ പറ്റി പറയാനുണ്ട്. ഈ പറഞ്ഞ ഭൂമിയുടെ കറക്കത്തെ പറ്റി പറയുമ്പോഴാണ് നമുക്ക് നോർത്ത് സ്റ്റാറിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ഞാനവിടെ ഭൂമിക്ക് എത്ര തരം കറക്കങ്ങളുണ്ടെന്ന് പറയും, ആ കറക്കങ്ങൾ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് പറയും. ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നോർത്ത് സ്റ്റാറിലേക്കൊക്കെ നമുക്ക് വരാം. ഇഷ്ടം നിങ്ങൾക്ക് അവിടെ കാണുന്ന കോൺസ്റ്റലേഷൻസിനെ നമുക്ക് ഉർസ മേജറും ഉർസ മൈനറും അതുപോലുള്ള ഇഷ്ടം പോലെ കോൺസ്റ്റലേഷൻസ് അവിടെയുണ്ട്. അതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇപ്പൊ ഈ സമയപരിമിതി കാരണം ഇപ്പൊ തന്നെ 9 മണിയായി. നമുക്ക് ഈ അത്ര സമയം ഞാൻ എടുത്തു. അപ്പൊ ഈ ക്ലാസ്സിൽ സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും അതുപോലെ തന്നെ പറഞ്ഞോളൂ. താങ്ക് യു മിസ്റ്റർ സജീവ്. ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഈ വിഷയം കേൾക്കാമല്ലോ അല്ലേ എല്ലാവർക്കും? കേൾക്കണ്ട്. ഓക്കെ. ഈ വിഷയം വളരെ വലിയൊരു വിഷയമാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് ഒതുക്കാൻ പറ്റാത്തതാണ്. അരമണിക്കൂർ പോരാ. നമുക്ക് പലപ്പോഴും ഇതുപോലത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലാണ് നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുക. പിന്നെ എന്നാലും ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെയധികം കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കുട്ടികൾ മാത്രമല്ല, ഇതിൽ മുതിർന്നവരും പങ്കെടുത്തിട്ടുണ്ട്. മുതിർന്നവർക്ക് പലർക്കും അറിയണ കാര്യങ്ങളായിരിക്കാം. അത് അറിവ് പുതുക്കാനും ഇത് വളരെ സഹായകരമായിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, കുട്ടികൾക്ക് മാത്രമല്ല ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. മിസ്റ്റർ സജീവ് കുമാർ കുറച്ച് സമയം കൂടി നമ്മുടെ കൂടെ ചെലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയങ്ങൾ ചോദിക്കാനും അതിനുത്തരം പറയാനും കുറച്ചുകൂടി സമയമുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് കൈ പൊന്തിച്ച് ഇത് ചെയ്തിട്ട് ചോദിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് ചോദിക്കാതെ ഓരോരുത്തരായിട്ട്. അപ്പൊ രമേശ്, ഞാൻ കുട്ടികളല്ല, ഒരു വലിയ കുട്ടിയാണ് സംസാരിക്കുന്നത്. 2 കാര്യമാണ് ചോദിക്കുന്നത്. ഒന്ന്, എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ നമ്മൾ കുട്ടികളും വലിയവരുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈ ടെക്സ്റ്റിലിട്ടിരുന്നു, ഈ അന്ധവിശ്വാസങ്ങള് ദൂരീകരിക്കുക എന്നുള്ളതും ഒരു സാംസ്കാരിക പ്രക്രിയയാണല്ലോ. ഈ നക്ഷത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഈ രാഹു കേതു എന്നുള്ള സംഭവങ്ങളെ ഒന്ന് പരാമർശിച്ച് തന്നായിരുന്നു. 2, മറ്റൊന്ന് പറയാനുള്ളത്, നമുക്ക് ഈ പരിപാടി ഇപ്പൊ ശ്രീ സജീവ് തന്നെ പറഞ്ഞ മാതിരി നമുക്ക് സീരിയസ് ആക്കണം. നമുക്ക് ഒരു പീരിയോഡിക്കലി ഇത് കൂടിയിട്ട് ഇതിന്റെ അടുത്ത സെഷൻ അങ്ങനെ മൊത്തം ഈ ഇതിനെ പറ്റിയിട്ടുള്ള ഇന്ററാക്ഷൻ കുട്ടികളെ കൂടുതൽ ഇതാവുന്ന രീതിയിൽ നമുക്കൊരു സീരീസ് ആയിട്ട് കൊണ്ട് തന്നെ ഇതിനെ റെഗുലർ പ്രക്രിയയാക്കി മാറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. ദർശനം വളരെ നല്ലൊരു സജഷനാണ്. പറഞ്ഞ പോലെ കേതു രാഹു എന്ന 2 സംഗതികളെ പറ്റിയിട്ടും കൂടി ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. അത് കുട്ടികൾക്ക് അറിയണ്ടാവില്ല ഈ 2 സംഗതികൾ, എങ്ങനെ 2 സംഗതികൾ ഉണ്ടെന്ന്, അത് എന്താണെന്നോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. വളരെ ചെറിയ ഉദാഹരണത്തിലേക്കൂടെയോ അല്ലെങ്കിൽ ചെറിയൊരു ഇതിൽ സംസാരിക്കണമെന്ന് നന്നായിരിക്കും. പറ്റുകയാണെങ്കിൽ അത് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച ക്ലാസ്സിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ദിവസത്തേക്ക് ഇത് വെച്ചാലും കുഴപ്പമില്ല. പറ്റുകയാണെങ്കിൽ ഒന്ന് പറയുന്നത്. നോ ഇഷ്യൂ അങ്ങനെയാണെങ്കിൽ വേണ്ട. അല്ല അതല്ല, അത് പറയാം സാറേ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഇതിലിത് വരുന്നില്ല, അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പറയാം. ഇവർക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതോ ഞാൻ ഈ ഓരോന്നിനും മറുപടി പറയണോ? അതോ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞാൽ മതി? നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല ആർക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. കാരണം കുട്ടികൾക്ക് ആണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കണേ. അവര് കൂടുതൽ ചോദ്യം ചോദിക്കാൻ താല്പര്യപ്പെടുന്നതാണ് നമുക്ക് താല്പര്യം. അപ്പോൾ ആർക്കാണെങ്കിലും ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്യോ രഞ്ജിത്ത് പിള്ള? ഓക്കെ സാർ, ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. നമ്മളൊരു ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തില് അത് നമുക്ക് ചോദിക്കുന്ന ആൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടി അത് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. പക്ഷെ ഞാനിപ്പോ ചോദിക്കാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, ഇപ്പൊ നമ്മുടെ ഈ പ്ലാനറ്റിന്റെ ഈ ഒരു പരേഡ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്ന് വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ നമുക്ക് എനിക്കൊരു തോന്നുന്നത് ഈ പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ ഇന്ന് മുതൽ ഇതുവരെ കുട്ടികൾ നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെയാണ്.
ഇന്നു മുതൽ അവർ ശ്രദ്ധിക്കും എന്നുള്ള ഒരു രീതിയിലാണ് തുടക്കത്തിൽ കുട്ടികളൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാനറ്റുകള് നമുക്ക് ഏത് സമയത്ത് എത്ര ദിവസം ഏതൊക്കെ കൂടുതൽ വ്യക്തമായി കാണാവുന്ന സമയം, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ സാധിക്കുമോ? ഇത് എത്ര ദിവസം വരെ നമുക്ക് കാണാം എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും? അതും പറയാം. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ, ചോദിച്ചോട്ടെ? ചോദിക്കൂ. പ്ലീസ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്താ ഈ പ്ലാനറ്റ്സ് എല്ലാം കൂടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടല്ലേ ഈ പ്ലാനറ്റ്സ് ഒക്കെ എല്ലാം അലൈൻ ആയത്? അതിന്റെ ബേസിക് റീസൺ എന്താ? വെരി ഗുഡ്. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദ്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്? ഇനി ആരും പറയുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ഒരു ചോദ്യം എന്റെ അടുത്തുനിന്ന് പറയൂ. ഈ നമുക്ക് ചെയ്യാൻ പറ്റുമോ? കേട്ടില്ല. ഒന്നുകൂടി പറയൂ. ഇന്ത്യയിൽ നമുക്ക് മീറ്റിയോർ ഷവർ എവിടെയെങ്കിലും ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഡൽഹിയിൽ മീറ്റിയോർ ഷവർ. ഓക്കെ. സാർ എനിക്കൊരു പറഞ്ഞോളൂ. എനിക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈ പ്ലാനറ്റ്സ് നേരെ ഇങ്ങനെ വരവരയായി വരുന്നതിന് മുന്നേ ഈ പ്ലാനറ്റ്സ് എങ്ങനെയായിരുന്നു ഇരുന്നത്? ഓക്കെ. സാർ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പ്ലോട്ട് എങ്ങനെയാ കാണാതെ പോയത്? ഓക്കെ. പ്ലൂട്ടോയെ നമ്മൾ ഉപേക്ഷിച്ചു അല്ലേ? ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊരു ചോദ്യമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സൂര്യനെയും ചന്ദ്രനെയും നിരീക്ഷിക്കാൻ ഇവർ പുറപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ അതിനൊരു പെർട്ടിക്കുലർ ടൈം ഉദ്ദേശിക്കുന്നുണ്ടോ? അതായത് എല്ലാ ദിവസവും കൃത്യം 7 മണിക്കെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രാവർത്തികമായിട്ട് ഇവർക്ക് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ, ഒരു തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കുന്നു. സാർ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേറെ പറയൂ. എനിക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈ വോയേജർ 1 എങ്ങനെയാണ് ക്രഷ് ആയത്? വീണ്ടും സാർ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്ന് സാർ എത്ര വർഷത്തിനിടയിൽ പ്ലാനറ്ററി അലൈൻമെന്റ് ഉണ്ടാവുക? അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് നോക്കാം അല്ലേ? എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അഴുതില്ലാതെ വേറെ ഏതെങ്കിലും എന്താ പറയുക, വേറെ ഏതെങ്കിലും അൺനോൺ പ്ലാനറ്റിനകത്ത് ജീവനുണ്ടോ? ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ട്. സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സാറ് പറഞ്ഞു ഈ സണ്ണിന്റെ വെയില് നമുക്ക് 12 സ്റ്റാർസിനെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ സണ്ണിന്റെ ലൈറ്റ് കാരണം നമുക്ക് സ്റ്റാർസിനെ നോർമലി ഡേ ടൈമിൽ കാണാൻ പറ്റത്തില്ലല്ലോ. സോ അത് ആ 12 സ്റ്റാർസിനെ എങ്ങനെ സണ്ണിന്റെ പാത്തിൽ ഒബ്സർവ് ചെയ്യുന്നു? ഓക്കെ, അതായത് സണ്ണിന്റെ പാത്ത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ എന്താ പറയുക, അതെങ്ങനെയാണ് ഇവർ മനസ്സിലാക്കണേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സണ്ണിന്റെ പാത്തിലാണോ എങ്ങനെയാണോ എന്നുള്ളത്.
അതല്ലേ ചോദിച്ചത്? സണ്ണിന്റെ വെട്ടം അല്ലേ? കാരണം നോർമലി സ്റ്റാർസിനെ കാണാൻ പറ്റത്തില്ല. സോ നമ്മള് സണ്ണിന്റെ പാത്തിലുള്ള സ്റ്റാർസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? 12 സ്റ്റാർസ് ഉണ്ടെന്നാ സാറ് പറഞ്ഞു. ഓക്കെ ഓക്കെ സാർ, ക്വസ്റ്റ്യൻ ഈ മനസ്സിലായി. ചന്ദ്രയാൻ 2 എങ്ങനെയാ ഫെയിൽ ആയത്? ചന്ദ്രയാൻ 2 ഫെയിൽ ആയത് എങ്ങനെയാണ്? കേട്ടില്ല, എനിക്ക് ക്ലിയർ ആയില്ല. ചന്ദ്രയാൻ 2 എങ്ങനെയാണ് ഫെയിൽ ആയത്? ഓക്കെ, എനിക്ക് തോന്നണത് രമേശ്, നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ആൻസർ സമയം ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, അതെ, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് മിസ്റ്റർ സജീവ് കുമാർ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ആൻസർ ചെയ്യും. സാറേ പറയട്ടെ? ഒന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ പറയാം. എനിക്ക് അറിയാവുന്നത് കൃത്യമായിട്ട് ഒന്ന് തന്നെ ഇരുന്നു, അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇവര് നിന്നിരുന്നത്? എന്താണ് ഈ പ്ലാനറ്ററി അലൈൻമെന്റ് ഇങ്ങനെ ഒന്നിച്ചു വരാനായിട്ട് കാരണം? ഞാനപ്പോ നിങ്ങളോട് ഇതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം നമുക്ക് വേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ ഇമാജിനേഷന്റെ വേറൊരു രൂപത്തിൽ നമ്മൾ ഇമാജിനേ, അത് നമ്മള് സോളാർ സിസ്റ്റം വരയ്ക്കുന്നു. എങ്ങനെയാ നമ്മൾ വരയ്ക്കുക സോളാർ സിസ്റ്റം? ഒരു പേപ്പർ എടുത്തിട്ട് അതിന്റെ ചുറ്റും സൂര്യൻ, സൺ, മെർക്കുറി, വീനസ്, മാഴ്സ്, എർത്ത്, ഇങ്ങനെ ഒരു പ്ലെയിനിലാണ് നമ്മൾ വരയ്ക്കുക. ശരിക്ക് ആകാശ കാഴ്ചകൾ കാണാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ആ വരയ്ക്കുന്നതല്ല ശരി എന്നുള്ളത് നമുക്ക് മനസ്സിലാകുക. ആകാശത്ത് നോക്കുമ്പോൾ മനസ്സിലേക്ക് ശബ്ദം ബ്രേക്ക് ആവുന്നുണ്ട് സാർ ഇടയ്ക്കിടയ്ക്ക്. ശബ്ദം ബ്രേക്ക് ആവുന്നുണ്ട്. കുട്ടികൾ മ്യൂട്ട് ചെയ്യും കേട്ടോ. എന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവരും മ്യൂട്ട് ചെയ്യൂ കേട്ടോ. കുട്ടികളെല്ലാവരും മ്യൂട്ട് ചെയ്യൂ. കുട്ടികൾ മ്യൂട്ട് ചെയ്താലേ ഇവിടെ കേൾക്കാൻ പറ്റുള്ളൂ, ശരിക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഞാൻ ഈ പറഞ്ഞ ഒരു ഇമാജിനേഷൻ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതായത് ആകാശത്ത് നമ്മുടെ ഭൂമിയിൽ നിന്ന് മറ്റ് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കാണുമ്പോൾ ആ ഗ്രഹങ്ങൾ എങ്ങനെയാണ് സൂര്യനെ വലം വയ്ക്കുന്നത്, അതായത് അവ എങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇമാജിനേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ അല്ല ഇത്. അതായത് ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലല്ല ഇവ നമ്മളെ ചുറ്റുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം. നമുക്ക് നമ്മുടെ കയ്യിൽ 8 ബൈക്കുണ്ട്. പലതരത്തിലുള്ള പല വലിപ്പത്തിലുള്ള ബൈക്കുകളാണുള്ളത്. അപ്പൊ നമ്മൾ ബൈക്ക് ഇങ്ങനെ ഓടിക്കുക. ബൈക്ക് ഓടിക്കുന്നത് പല സ്പീഡിലാണ് ഓടിക്കുന്നത്, പല വലിപ്പത്തിലുള്ള ബൈക്കാണ്. ആ ഒരു ബൈക്കിന്റെ പേര് നമ്മൾ മെർക്കുറി എന്ന് പറയും. രണ്ടാമത്തെ ബൈക്ക് നമ്മൾ വീനസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ അത് മെർക്കുറിയുടെ വലിപ്പമല്ല വീനസിനുള്ളത്, വീനസിന്റെ വലിപ്പമല്ല മാർസിനുള്ളത്. അപ്പൊ അങ്ങനെ 8 ബൈക്കുകൾ നമ്മളിങ്ങനെ ആകാശത്തിൽ ഓടിക്കുകയാണ്. ആ ഓടിക്കുന്ന ബൈക്കുകൾ ഓടിക്കുന്നത് പല സ്പീഡിലാണ് ഓടിക്കുന്നതെന്ന് വിചാരിക്കുക. പല സ്പീഡിൽ ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും എപ്പോഴാണ് ഇവ ഒരേ ലൈനിൽ വരുന്നതെന്നാണ് നിങ്ങളുടെ ചോദ്യം. ഇവിടെ ഒരേ ലൈനിലല്ല വരുന്നത്. നമ്മളുടെ ഈ പ്ലെയിനാണ്, ആ പ്ലെയിനിലാണ് എപ്പോഴും ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ എണ്ണം ഒരേ സമയത്ത് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോഴാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അത് ഒരേ ലൈനിലല്ല ഇത് വരുന്നത്. ഒരേ ലൈനിൽ മീൻസ് നിങ്ങൾ പറയുന്ന പോലെ അലൈൻമെന്റ് ആ ഒരു തരത്തിൽ നമുക്ക് ആകാശത്ത് കാണാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ 18 ഡിഗ്രി ഉണ്ടല്ലോ, സൂര്യനും ചന്ദ്രനും പോകുന്ന വഴിയിൽ കാണുന്ന 18 ഡിഗ്രിയിലാണ് എപ്പോഴും ഇവരുള്ളത്. അതിനകത്താണ് സൂര്യനും ചന്ദ്രനും പോകുന്ന ആ വഴിയിൽ തന്നെയാണ് ഇവരെപ്പോഴും ഉണ്ടാവുക. അപ്പൊ അതിൽ തന്നെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ഈ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ പാതയിൽ കൂടെ തന്നെയാണ്. ഞാൻ അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ നാളെ മുതൽ ഈ പാത കണ്ടുപിടിക്കുക, ആ നാഷണൽ ഹൈവേ കണ്ടുപിടിക്കുക എന്ന് ഞാൻ പറഞ്ഞത്. ആ നാഷണൽ ഹൈവേ കണ്ടുപിടിച്ചാൽ വളരെ എളുപ്പമായി. അപ്പൊ അതല്ലാതെ
അവിടെ അവ മാറി ഓടുന്നതോ, അപ്പം നിങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് ഇച്ചിരി മാറിപ്പോയേക്കാം എന്നവർ പോവില്ല. ആ കറക്റ്റ് റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ അതിനിടയ്ക്ക് തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. പ്ലൂട്ടോ എങ്ങനെയാണ് മാറിപ്പോയെന്നുള്ളത്, ഗ്രഹപദവി നഷ്ടപ്പെട്ടതെന്നും കൂടെ പറയാം. ഈ പ്ലൂട്ടോയ്ക്ക് നമ്മൾ പറഞ്ഞ പോലെ അനുസരണയില്ല. പ്ലൂട്ടോ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ പ്ലാനറ്ററി റൂട്ടിൽ കൂടെ അല്ലാതെ വേറെ റൂട്ട് പിടിക്കും ഇടയ്ക്ക്. അപ്പൊ അവനൊരു ഗ്രഹമാണെങ്കിൽ അവൻ അങ്ങനെ റൂട്ട് മാറ്റി പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ബേസിക് റീസൺ ഇതിന്റെ പ്ലാനറ്ററി അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്നും ഇവരിങ്ങനെ തന്നെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആകാശത്ത് നമുക്ക് ഇവയെ ഇപ്പൊ ഈ പ്രത്യേക സമയത്ത് ഇവയെല്ലാം ബൈക്കിന്റെ സ്പീഡിന്റെ കാര്യം പറഞ്ഞ പോലെ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഒരേ സമയത്ത് അവിടെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും ഇവിടെ കാണാം, ഈ പറഞ്ഞ ആകാശത്ത് കാണാം. അപ്പൊ 8 ബൈക്കുകൾ ആകാശത്തൂടെ ഒരേ നാഷണൽ ഹൈവേ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ കൂടെ ഇതെന്നും പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഏതാണ്ട് ചില സമയങ്ങളിൽ അത് ഇതേ ഈ അലൈൻമെന്റിൽ ഈ നമ്മുടെ എന്താ പറയുക ആ 18 ഡിഗ്രിയുള്ള അതിന്റെ ആ പദത്തിൽ കൂടെ തന്നെ സഞ്ചരിക്കുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് ഇത് കാണാൻ പറ്റുന്നു മാത്രമേ ഇതിനകത്തുള്ളൂ. അതല്ലാതെ മറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ നൂല് കെട്ടിപ്പിടിച്ച പോലെ ഒരേ വരയിൽ നിൽക്കുന്നു എന്നുള്ളതല്ല ഇതിന്റെ പ്രത്യേകത. അതാണ് വരിയായി വരുന്നതിന് മുമ്പും ഇവ ഇങ്ങനെ തന്നെയാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ചില സമയങ്ങളിൽ ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയായി കഴിഞ്ഞാൽ ഒരു 7-8 മണിയായി കഴിഞ്ഞാൽ മാത്രമേ ഈ ചൊവ്വാഗ്രഹത്തിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതായത് ഉദിക്കുന്നത് ഒരു 4 മണിക്ക് ഉദിച്ചാൽ പോലും നമുക്ക് അതിനെ കാണാൻ കഴിയുന്ന ഒരു 7 മണിയൊക്കെ ആകും. കാരണം ഉയർന്നു വരുമ്പോഴത്തേക്കും ആ സമയത്താവും. മെർക്കുറി ഉദിക്കുന്നത് 6:26 പക്ഷെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റില്ല. മെർക്കുറി സൂര്യനോട് അടുത്താണ് നിൽക്കുന്നത്. വീനസ് 9 മണിക്കാണ് ഉദിക്കുന്നത് രാവിലെ. പക്ഷെ നമ്മൾ കാണാൻ തുടങ്ങുന്നത് വൈകുന്നേരം കാണാൻ പറ്റുള്ളൂ. കാരണം ഈ വീനസ് സൂര്യനോടൊപ്പം പോയിക്കൊണ്ടിരിക്കുക. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീനസിനെ കാണാൻ കഴിയുള്ളൂ. ജുപ്പിറ്റർ 2 മണിക്ക് ഉദിക്കുന്നതാണ്. പക്ഷെ നമുക്കൊരു വളരെ വൈകിയാണ് നമുക്ക് ഒരു 7 മണിക്ക് ശേഷം 6:30-7 മണിക്ക് ശേഷം മാത്രമേ നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇതിന്റെ ഫാക്ടറുകളാണ്. ആകാശത്ത് ഇവരെല്ലാവരും എപ്പോഴും ഉണ്ട്. ഈ പറഞ്ഞ നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ടാവും. അത് ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ ഇത് എവിടെയാ പൊസിഷൻ ചെയ്തേക്കണേ, ഭൂമിയുടെ സ്ഥാനം എവിടെയാണ്, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് അത് 4ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തുള്ളൂ നിങ്ങളോട്. അത് ആ ഭൂമിയുടെ വലിപ്പം മാത്രമാണ്. അതുപോലെ തന്നെ 4-5 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനൂടെ നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പിടികിട്ടുള്ളൂ. അപ്പൊ അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാൻ സമയം പോലെ. ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 18 ഡിഗ്രിയുള്ള നാഷണൽ ഹൈവേ കൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ വരയ്ക്കുന്ന പോലെയല്ല. ആ പ്ലെയിൻ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയിനിലാണ് ഇത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അപ്പൊ അതിനെ ഞാനത് കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ചർച്ച വരികയാണെങ്കിൽ നമുക്ക് അപ്പം എടുക്കാം. മറ്റൊരു കാര്യം, പ്ലൂട്ടോയെ നമുക്ക് ഈ പറഞ്ഞാൽ ഞാനത് പറഞ്ഞു, അവന് പ്ലൂട്ടോയുടെ വലിപ്പം ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവന്റെ ഓർബിറ്റ് മറ്റൊരു ഗ്രഹത്തിന്റെ ഓർബിറ്റിലൂടെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പൊ അവനിടയ്ക്ക് അനുസരണക്കേട് കാണിക്കുക. അപ്പൊ അതുകൊണ്ട് പ്ലൂട്ടോയോട് പറഞ്ഞു, നീ മറിക്കോ, നീ ഞങ്ങളുടെ കൂടെ വേണ്ട, ഗ്രഹമായിട്ട് വേണ്ട, നിന്നെ ഞങ്ങൾ ഒരു ചെറിയ ചിഹ്ന ഗ്രഹമായിട്ട് മാറ്റി കൂട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞ് പ്ലൂട്ടോ അവിടെ തന്നെയുണ്ട്. പ്ലൂട്ടോ എങ്ങും പോയിട്ടില്ല. പ്ലൂട്ടോ നമ്മൾ ഗ്രഹത്തിന്റെ ഒരു പദവിയിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം, എത്ര നാൾ വരെ ഈ കാഴ്ചകൾ കാണാൻ കഴിയുന്നുള്ള, ഇതിപ്പോ ഈ ഫെബ്രുവരി നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് ഈ കാഴ്ചകൾ അവിടെ ആകാശത്ത് കാണാൻ കഴിയും. അതായത് ഓരോ നക്ഷത്ര കൂട്ടത്തിനോടൊപ്പം ഓരോ ഗ്രഹവും ആകാശത്ത് ഇത്ര കാലം തുടരും. അതായത് നിങ്ങൾ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മാസം 30 ദിവസമാണ്. മലയാള മാസം 30-31 ദിവസമുണ്ട്. അപ്പൊ ആ 30 ദിവസത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ മകരം, അതായത് മകരം കഴിഞ്ഞാൽ അടുത്ത മാസമാണ് മകരം, കുംഭം. അതായത് മകരം മാസമാണെന്ന് കൂട്ടുക. മകര മാസത്തിൽ ആ സൂര്യൻ അതിനോടൊപ്പം ആയിരിക്കും. അപ്പൊ അടുത്ത മാസം വരുമ്പോഴത്തേക്ക് മകരം കഴിഞ്ഞുള്ള അടുത്ത രാശിയിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുക. അപ്പൊ ആ രാശി നമുക്ക് കാണാൻ വരേണ്ട വരും. അതൊക്കെ ഞാനത് ഒന്നുകൂടെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പിടികിട്ടില്ല. ഇതിനോടൊപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആ രീതി മനസ്സിലാവില്ല. ഓരോ 30 ദിവസം കഴിയുമ്പോൾ സൂര്യന്റെ പൊസിഷൻ മാറും, നമ്മൾ അടുത്തേക്ക് മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റം നമുക്ക് നിരീക്ഷണത്തിലൂടെ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പം പ്ലൂട്ടോയെ തൽക്കാലം നമുക്ക് വിടാം, അതൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം. അതുപോലെ തന്നെ മീറ്റിയർ ഷവർ.
പറഞ്ഞോളൂ. സാർ എനിക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞ പോലെ പറഞ്ഞ പോലെ നമുക്ക് വേറെ കുറച്ച് ചോദിക്കാം. ഇപ്പൊ ഇത് ഇതിനകത്ത് ബന്ധപ്പെട്ടതാണോ? ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല, വേറെയാ. ആണെങ്കിൽ ചോദിച്ചോളൂ. വേറെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ട് ഈ അർത്ത് മൂവ് എന്തുകൊണ്ടാണ് അർത്ത് മൂവ് ചെയ്യുന്ന പോലെ ഫീൽ ആവാത്തത്? വെരി ഗുഡ്, നല്ല ചോദ്യമാണ്. നമുക്ക് ഞാൻ പറയാം, ഒരു സെക്കൻഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മീറ്റിയർ ഷവറാണ്. മീറ്റിയർ ഷവർ, നിങ്ങൾ ഡൽഹിക്കാർക്ക് മീറ്റിയർ ഷവർ കാണാൻ വലിയ പാടാണ്. കാരണം ഈ അടുത്ത നാളിൽ വലിയ മീറ്റിയർ ഷവർ ഇല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും മീറ്റിയർ ഷവർ ഉണ്ട്. നമുക്ക് കുറേ നേരം ഒരു മണിക്കൂർ നമ്മൾ ആകാശം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ മീറ്റിയേഴ്സ് താഴേക്ക് വന്ന് കത്തി തീർന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഞങ്ങൾ ഈ അടുത്ത നാളുകളിൽ അട്ടപ്പാടി, കേരളത്തിലെ തന്നെ കിഴക്കൻ മലനിരകളിൽ അതുപോലത്തെ ഒരു നിരീക്ഷണത്തിന്റെ ക്യാമ്പ് വെച്ചു. എന്ത് രസമായിരുന്നറിയോ? നമുക്ക് അവിടെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകൾ ഇങ്ങനെ താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ യാത്ര പോകുമ്പോൾ അതുപോലുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴേക്കും അവിടെ രാത്രിക്ക് നേരത്തെ പോയി കിടന്ന് ഉറങ്ങരുത്. ഉറങ്ങാതെ നിങ്ങൾ അവിടെ കുറച്ചു നേരം ഇരിക്കുക. ആ ടെറസിന്റെ മുകളിലോ അല്ലെങ്കിൽ ആ കുന്നിന്റെ മുകളിലോ പോയിട്ട് രാത്രി കുറേ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കത് കാണാൻ കഴിയും. മീറ്റിയർ ഷവർ ഇപ്പം ഈ അടുത്ത നാളിൽ നമുക്ക് ഉടനെ അധികം വരുന്ന മീറ്റിയർ ഷവർ എന്ന് പറയാനായിട്ടൊരു ഇത് ഇല്ല. അത് വരുമ്പോഴും നമുക്ക് വീണ്ടും അറിയിക്കാം. ഇനി രാഹു കേതു കൊണ്ട് ഈ നിരീക്ഷണത്തിനുള്ള സമയം, അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ്, അതായത് ഉദിക്കുന്ന മുമ്പ് നമ്മൾ എഴുന്നേക്കണം. ഉദിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞായിട്ടാണ് നമുക്ക് പറ്റില്ല. നമ്മുടെ കലണ്ടറിൽ സൂര്യൻ ഉദിക്കുന്ന ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പൊ 6:10 സൂര്യൻ ഉദിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 5:30 5:45 എഴുന്നേറ്റ് ബുക്കൊക്കെ ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഒരു പടമൊക്കെ വരച്ച് അപ്പൊ ടൈം ഒന്ന് നോക്കി വെക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾ കലണ്ടറെ നോക്കി എഴുതി വെക്കരുത്, ഒബ്സർവ് ചെയ്തതിന് ശേഷം എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ. അപ്പൊ നിരീക്ഷണത്തിന് ഈ പറഞ്ഞ രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന ടൈം കണ്ടുപിടിക്കുക, അസ്തമിക്കുന്ന സമയവും നമ്മളൊരു ഏകദേശം നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. മറ്റൊന്ന്, ഇപ്പം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും പറയാം രാഹു കേതു എന്ന് പറയുന്നത്. രാഹു കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഗ്രഹങ്ങളേ അല്ല. ഇവർ പറയുന്നത് തമോ ഗ്രഹങ്ങൾ എന്നാണ് അത് പറയുക. തമോ ഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രഹം ഇല്ലാത്ത, അത് തമസിലുള്ള ഗ്രഹങ്ങൾ എന്നുള്ള അങ്ങനെ ഒരു ഗ്രഹമേ അവിടെ ഇല്ല. 2 പോയിന്റുകളാണ് സ്പേസിലുള്ള ഈ അതായത് ഗ്രഹണം നടക്കുമ്പോഴുള്ള 2 അലൈൻമെന്റിൽ വരുമ്പോഴത്തേക്കിനുള്ള 2 പോയിന്റുകളാണ് പറഞ്ഞ രാഹു കേതുക്കൾ എന്ന് പറയുന്നത്. നമുക്കത് പിന്നീട് ഈ പറഞ്ഞ പോലെ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും എന്നുള്ള ആ ഒരു വിഷയം എടുക്കുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം. രാഹു കേതു ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നക്കാരനും അല്ല, അത് ഗ്രഹങ്ങളും അല്ല. അത് 2 പോയിന്റുകൾ മാത്രമാണ് ആകാശത്തുള്ള അല്ലെങ്കിൽ സ്പേസിലുള്ള. അപ്പൊ അത് പോയിന്റുകളെന്ന് പോലും നമുക്ക് പറയാം. അത് 2 ഓർബിറ്റുകൾ തമ്മിൽ ഞാനൊരു ഉദാഹരണം പറയാം. 2 ബോളുകൾ എടുക്കുക, ഒരു ചെറിയ ബോളും ഒരു വലിയ ബോളും എടുക്കുക. അപ്പൊ ചെറിയ ബോള് നമ്മുടെ ഒരു കമ്പി കഷ്ണം ഉണ്ടല്ലോ, അതിലിങ്ങനെ കോർത്ത് ഒരു വട്ടത്തിൽ ഇങ്ങനെ കോർത്ത് വയ്ക്കുക. നമ്മുടെ വളയൊക്കെ എടുക്കുന്ന പോലെ ആ വള പോലെ തന്നെ ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള ഒരു ഓർബിറ്റ് പോലെ എടുക്കുക. എന്നിട്ട് അതിൽ ഈ ആദ്യത്തെ വലിയ പന്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു കമ്പിയിൽ നമ്മളെ എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള വേറൊരു ചെറിയ പന്ത് കോർത്തെടുക്കുക. ഇവ തമ്മിൽ ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ നിങ്ങൾ ഈ 2 ഓർബിറ്റുകളും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് അലൈൻ ചെയ്ത് നോക്കുക. അലൈൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ 2 ഓർബിറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന 2 പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. രാഹു കേതു 2 പോയിന്റുകൾ മാത്രമാണ്. ഗ്രഹണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിഴല് ആണ്. ഒരു എണ്ണത്തിന്റെ നിഴല് വേറൊരു എണ്ണത്തിൽ പതിക്കുന്നു ഉള്ള ഗ്രഹണത്തിന് ആ നിഴൽ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമുക്കിനി ഇതിന്റെ അസ്ട്രോണമിയുടെ പറ്റി നമ്മളൊരു ബേസിക് കൺസെപ്റ്റ് കിട്ടിയാൽ മാത്രമേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ അത് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ 4 ചോദ്യങ്ങൾ, ഒന്ന് ഞാൻ പറഞ്ഞു ഭൂമിയുടെ വലിപ്പം, രണ്ടാമത്തെ ഇപ്പൊ ചോദ്യം ഉണ്ടല്ലോ ഭൂമിയുടെ കറക്കത്തെ പറ്റിയുള്ള, പക്ഷെ അത് പറയണമെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ വേണം. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് കിട്ടുള്ളൂ. രാഹു കേതു ഒന്നുമില്ല, 2 പോയിന്റുകളാണ്. അത് ഗ്രഹങ്ങളല്ല, തമോഗ്രഹങ്ങളുമല്ല. അപ്പോൾ അതൊക്കെ. ചന്ദ്രയാൻ 2 ഫെയിലിയറിനെ പറ്റിയാണ് ചോദിച്ചത്. ചന്ദ്രയാൻ 2 ഫെയിലിയർ ആവാനായിട്ട് നമുക്കറിയാം, നമുക്ക് സാങ്കേതിക ശാസ്ത്രം വികസിച്ചിട്ടുള്ളത് എന്നും നമ്മളെങ്ങനെയാ നിങ്ങൾ നടക്കാൻ പഠിച്ചത്?
പല പ്രാവശ്യം വീണിട്ടാണ്. ഇരുന്ന് നമ്മൾ ആദ്യം മുട്ടുകുത്തി, അതിനുശേഷം എഴുന്നേറ്റ് നടന്നു, എഴുന്നേറ്റ് നടക്കുമ്പോൾ വീണു, പിന്നെയും നമ്മൾ പിടിച്ചു നടന്നു, അമ്മ നമ്മളെ കൈപിടിച്ച് നടത്തി, അച്ഛൻ നമ്മളെ കൈപിടിച്ച് നടത്തി, രണ്ടുപേരും കൂടെ കൈപിടിച്ച് നടത്തി, എന്നിട്ട് നമ്മൾ പലപ്പോഴും വീണു. ശാസ്ത്രം അതുപോലെ തന്നെയാണ്. നമ്മളെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ചില ചെറിയ ചെറിയ, അതായത് ഭൂമിയിൽ നിന്ന് നമ്മൾ ചന്ദ്രനിലേക്ക് ഒരു സാധനത്തെ വിട്ടേക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരോട് പറയാം, നീ അവിടെ ഇറങ്ങാൻ പറഞ്ഞാൽ അവൻ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. കാരണം ഇവിടുന്ന് നമ്മളൊരു സന്ദേശം അവിടെ എത്തിക്കണമെങ്കിൽ മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ എടുക്കും. അപ്പൊ അത് ആ ഒരു സിഗ്നൽ കൊടുക്കുന്നത് പോലും തെറ്റായി പോയി കഴിഞ്ഞാൽ അതിന് പാളിച്ചകളുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ചന്ദ്രയാനിലും ചെറിയ അതിൽ ഫെയിലിയർ ഉണ്ടായി. അതിനുശേഷം അടുത്തത് നമ്മൾ വളരെ തൃപ്തികരമായിട്ട് ഇറക്കി. കൂടുതൽ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിന്റെ രീതി എങ്ങനെയാണ്? ശാസ്ത്രം അങ്ങനെയാണ് പുതിയ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ നമ്മൾ തയ്യാറാണ്. ശാസ്ത്രത്തിന്റെ രീതി ഇതാണ്. ശാസ്ത്രത്തിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ പറയുന്നു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നതല്ല, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഒരു കാര്യം എന്തുകൊണ്ടാണത് സംഭവിക്കുക, എങ്ങനെയാണത് സംഭവിക്കുക, എപ്പോഴാണ് സംഭവിക്കുക, ഇങ്ങനെ 100 ചോദ്യങ്ങൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല, ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. യുക്തിപരമായിട്ട് നമ്മൾ ആ ചോദ്യങ്ങളെ മറുപടി കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അതായത് ചോദ്യങ്ങൾ ചോദിക്കുക, അതിന് യുക്തിസഹമായ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുക, അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുക, ഒബ്സർവേഷൻ, ഇമാജിനേഷൻ, വസ്തുതകൾ ശേഖരിക്കുക, ഇതൊക്കെ പരീക്ഷണങ്ങൾ നടത്തി നോക്കുക, നിരീക്ഷണങ്ങൾ നടത്തി നോക്കുക. ഇതൊക്കെ ശാസ്ത്രത്തിന്റെ രീതിയാണ്. ആ രീതി ആവിഷ്കരിച്ചത് ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന ഒരു മഹാനുഭാവനാണ്. ആ ഗലീലിയോയുടെ ചരിത്രവും ജ്യോതിശാസ്ത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ആണെന്ന് ചോദിച്ചാൽ അല്ല. ലിപ്പർഷെ എന്ന് പറയുന്ന ഒരു കന്നഡ വ്യാപാരികളുടെ കുട്ടികളാണ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത്. ആ ടെലിസ്കോപ്പിനെ പരിഷ്കരിച്ച് ഉപയോഗിച്ചതാണ് ഗലീലിയോ. കടലിലേക്ക് തിരിച്ചു വെച്ചിരുന്ന ടെലിസ്കോപ്പിനെ എടുത്ത് ആകാശത്തേക്ക് തിരിച്ചു വെച്ചത് ഗലീലിയോ ആണ്. ആ ഗലീലിയെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ 100 ചോദ്യങ്ങളും 100 അന്വേഷണങ്ങളും നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഉറക്കം കെടുത്തുമ്പോൾ മാത്രമേ, ആ സ്വപ്നം കാണാൻ നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശാസ്ത്ര പഠനം പൂർണ്ണമാകുകയുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇതിന്റെ ഈ സെഷൻ അവസാനിപ്പിച്ചാലോ? സാറ് വോയേജർ 1 എങ്ങനെയാ? എന്തോ ഏതാ? വോയേജർ 1 ഫെയിൽ ആയത്. ഹലോ, കേൾക്കാനുണ്ടോ? സാർ കേൾക്കാനുണ്ടോ? ഈ വോയേജ് അതിന് ഉത്തരം പറഞ്ഞല്ലോ. നമ്മള് ചന്ദ്രയാനിന് പറ്റിയ പോലൊക്കെ തന്നെയാണ് ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ്. അപ്പൊ നമ്മള് പല ഫെയിലറിൽ കൂടെയാണ് പല കാര്യങ്ങൾ പഠിക്കുന്നതും. കുട്ടികൾ നടക്കാൻ പഠിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതുപോലൊക്കെ തന്നെയാണ് അത്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. അതൊക്കെ പിന്നെ ശാസ്ത്രം കണ്ടുപിടിച്ച് അതിനെയൊക്കെ തിരുത്തി വീണ്ടും അടുത്ത പരീക്ഷണത്തിൽ അത് കുറെ കൂടി ഭംഗിയായിട്ട് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. നമുക്ക് നിർത്തിയാലോ? 9:30 ആവാറായി. സംശയം ചോദിക്കുമ്പോ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ? സാർ, ഒരു ഡൗട്ട് ഉണ്ട്. പറയൂ. സാർ, ഒരു സോളാർ ഫ്ലെയർ എർത്തിനെ ഹിറ്റ് ചെയ്തതിന് എത്ര ഡാമേജ് ഉണ്ടാവുക? കുട്ടികൾക്ക് സംശയം ഉണ്ടാവുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് സമയം വല്ലാതെ വൈകി പോണു. അദ്ദേഹത്തിന് വേറെയും മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കാരണം നമുക്ക് ഇനിയും നമുക്ക് ഇവരെ വിളിക്കാം. സയൻസ് ബ്രേക്ക് ത്രൂ സയൻസ് വളരെ ആക്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടനയാണ്. കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് അത് നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ പ്ലാനറ്റ് അലൈൻമെന്റിന്റെ ഇത് കാരണം, അല്ലെങ്കിൽ ഈ ഒരു വിശേഷപ്പെട്ട സമയമായ കാരണം ഇവർ ദിവസവും പല സ്കൂളുകളും കോളേജുകളിലൊക്കെ ആയിട്ട് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇവരെ സമീപിക്കും.
കൂടുതൽ ഇൻഫർമേഷൻസ് ആയിട്ട് ഒരു നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തിയാലോ. അത് മാത്രമല്ല, നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഇവരായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നേരിട്ട് നക്ഷത്രങ്ങളെയും നക്ഷത്രക്കൂട്ടങ്ങളെയും ഒക്കെ കാണാനും ഇതിനെ പറ്റിയിട്ട് അത് എന്താ പറയുക കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനും നമ്മൾ ശ്രമിക്കാം. സാറേ, നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോഴേക്കും നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഇവിടെ ടെലസ്കോപ്പുകളുണ്ട്, 3 ടെലസ്കോപ്പുകളുണ്ട്. അപ്പൊ ആ ടെലസ്കോപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ കാഴ്ചകൾ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട. അപ്പൊ ആ കാഴ്ചകൾ നമുക്ക് ഇവിടെയുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണേലും വരാം, വിളിക്കാം. ഇതുപോലുള്ള സംശയങ്ങൾക്ക് നമുക്ക് കൂട്ടായിരുന്ന് മറുപടി കണ്ടുപിടിക്കാം. ഏതായാലും ഇന്ന് ഈ പരിപാടിക്ക് ക്ഷണിച്ച ജനസംസ്കൃതിക്കും സയൻസ് പീപ്പിളിനും ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു സയൻസ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അപ്പോൾ കഴിയുമെങ്കിൽ കേരളത്തിലുള്ള ശാസ്ത്ര പ്രവർത്തകർക്കൊക്കെ പങ്കെടുക്കാവുന്നതാണ്. എല്ലാവരെയും അതിലേക്കും കൂടി ക്ഷണിക്കുകയാണ്. ഓക്കെ സാർ, താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു മിസ്റ്റർ സഞ്ജീവ് കുമാർ. കേരളത്തിലുള്ള കുറച്ച് പേര് ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശാസ്ത്ര കോൺഫറൻസിൻ്റെ, സയൻസ് കോൺഫറൻസിൻ്റെ പോസ്റ്റർ നമുക്കൊന്ന് അയച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അത് ചെയ്യാം. ഒരു പോസ്റ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാം. പറ്റാവുന്നവർക്കൊക്കെ പങ്കെടുക്കാമല്ലോ. ഓക്കെ, താങ്ക് യു അഗെയിൻ. പിന്നെ ഓവർ ടു മിസ്റ്റർ ശങ്കരനാരായണൻ. തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ വേണം. കാരണം കുട്ടികൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ബാക്കിയാണ്. അപ്പോൾ ശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർ ഒരുപാടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഒന്ന് മനസ്സിലാവുന്നത്. കുട്ടികൾക്ക് എന്തായാലും കൂടുതൽ താല്പര്യമുണ്ട്. നല്ലൊരു അറ്റൻഡൻസും നമുക്ക് ഉണ്ടായിട്ടുണ്ട്, നല്ലൊരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഇതൊരു അനന്തമായിട്ട്, പ്രപഞ്ചം പോലെ അനന്തമായിട്ടുള്ളൊരു സംഗതിയാണല്ലോ ഈ ഒരു വിഷയം തന്നെ. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ശ്രീ സജീവ് സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നത് SSBക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഇനിയും ഭാവിയിൽ നമുക്ക് തുടർന്നും ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി പങ്കെടുത്തിട്ട് എല്ലാവർക്കും ജനസംസ്കൃതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്കും പാരൻസിനും മുതിർന്നവർക്കും ഈ പരിപാടി നയിച്ചിട്ടുള്ള സജീവ് സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ ശ്രീ ഹരികുമാറും മിതികളുണ്ട്. സജീവിന്റെ കൊളീഗും ഈ പ്രവർത്തനത്തിലെ സഹപ്രവർത്തകനായ ഹരികുമാറും ഉണ്ട് നമ്മുടെ മീറ്റിംഗിൽ. സജീവ് സാർ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. നമ്മുടെ മീറ്റിംഗ് ഇപ്പൊ എന്തായാലും